അത് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നോ ഏതെങ്കിലുമൊക്കെ യോഗത്തിലിരിക്കുമ്പോൾ വീട്ടിൽ പോയി നോട്ട് ചെയ്ത് വെക്കും. ചിലപ്പോഴൊക്കെ അത് എടുത്ത് ഞാൻ തിരിഞ്ഞ് നോക്കും. അത് നമുക്ക് വലിയ പ്രയോജനമായി തീരും. എൻ്റെ കുടുംബത്തിന് വന്ദനം പറയുന്ന എൻ്റെ വൈഫിൻ്റെ പേര് ജോളി. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തയാളുടെ പേര് എബി, വൈഫ് ജീന, അവർക്കൊരു കുഞ്ഞുണ്ട് ജോസായ. ഇളയൊരു മോനെ ഫ്രെഡി, വൈഫിൻ്റെ പേര് ഗ്യാബി, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒലിവർ ആൻഡ് റോമൻ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രത്യേകം സഹായിക്കട്ടെ. ഇന്ന് സാധാരണമായ ദൈവപ്രവൃത്തിയുടെ ഒരു ദിവസമായി ഈ പ്രാരംഭ ദിവസം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കോടും ബന്ധപ്പാടുകളും കൂടെയൊക്കെ ഓടുന്ന ജീവിതത്തിൽ അല്പസമയം വേറിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയുന്നത് വളരെ സന്തോഷമാണ്. ഭയങ്കര അനുഗ്രഹമാണ്. ഇതുപോലെ ശ്രേഷ്ഠമായത് വേറൊന്നുമില്ല ദൈവമക്കളെ. 700 അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്ന മനുഷ്യൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുമോനെ, ഞാൻ എല്ലാം നേടി. ജോലിയിലെ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ കൂടുതൽ ദിവസവും ഭൂമിയിൽ ജീവിച്ചത്. നല്ലൊരു ആഹാരം കഴിച്ചിട്ടില്ല, നല്ല ഒരു വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്തില്ല. ഇപ്പോൾ മരണം എന്നെ പിടിക്കാൻ പോകുന്നു. ഞാൻ ലോകത്തോടെ യാത്ര പറയുന്നു. ഞാൻ വാങ്ങിച്ച വീട് എൻ്റെ മക്കൾക്ക് പോലും വേണ്ട. 700 അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമ 2 കൈയും പുറത്തേക്കിട്ട് സങ്കടത്തോടെ ലാഘത്തോടെ യാത്ര പറയുന്നു. കുഞ്ഞെ, ഒന്നുമില്ലെങ്കിലും പോകുമ്പോൾ സമാധാനത്തോടെ പോകാമല്ലോ, സന്തോഷത്തോടെ പോകാമല്ലോ, ആനന്ദത്തോടെ പോകാമല്ലോ, അഭിഷേകത്തോടെ പോകാമല്ലോ, കൃപയോടുകൂടെ പോകാമല്ലോ. ഓർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യണം. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഇടയ്ക്ക് പറയേണ്ടതാണെങ്കിലും ആദ്യം അങ്ങ് പറയുന്നു, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഫോർബ്സ് മാഗസിൻ കഴിഞ്ഞ ദിവസം വിട്ട റിപ്പോർട്ടിനകത്തിൽ 2024 31 ബില്യൺ എന്താണെന്ന് ഞാൻ പറയാം. ബില്യനേഴ്സ് ലോകത്തോടെ യാത്ര പറഞ്ഞു, മരിച്ചു. ബില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 ലക്ഷം അത് കാശ് രൂപയുടെ കാര്യമല്ല, ഡോളറിൻ്റെ കാര്യമാണ്. $1 മില്യൺ എന്ന് പറഞ്ഞാൽ $10 ലക്ഷം. ആ 10 ലക്ഷത്തെ 85 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരുമെന്ന് നിങ്ങൾ വീട്ടിൽ പോയി കൂട്ടിയാൽ മതി. ഇപ്പം കൂട്ടിയാൽ ആകെപ്പാടെ തലയെല്ലാം പോകുകയും. അപ്പം 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറയുന്നത്. 1000 മില്യനാണ് 1 ബില്യൺ എന്ന് പറയുന്നത്. 1000 മില്യനാണ് എത്ര? 1 ബില്യൺ എന്ന് പറയുന്നത്. ഈ 31 ബില്യനേഴ്സ് ലോകത്തോടെ യാത്ര പറഞ്ഞപ്പോൾ $207 ബില്യൺ 207 ബില്യൺ അനാഥമായി. ഹലോ, 31 ബില്യനേഴ്സ് കഴിഞ്ഞ ഒരു വർഷം മാത്രം മരിച്ചപ്പോൾ $207 ബില്യൺ അനാഥമായി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, പണം വേണം, പണമില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. എന്നാൽ പണത്തിന് മീതെയാണ് ദൈവകൃപയെന്ന് നമ്മൾ തിരിച്ചറിയണം. പണത്തേക്കാൾ വലുതാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമെന്ന് തിരിച്ചറിയണം. പലപ്പോഴും പണത്തിന് വാങ്ങാൻ കഴിയാത്തത് ഇന്ന് പകല് ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് ശക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യണം. വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് ഈ ദിവസങ്ങൾ അതിശക്തമായി എന്നോട് ഇടപെടുന്ന ഒരു ദൈവവചന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിനെ മറ്റൊരു തലത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 14. 4:14. അവന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. 3-4 വാക്കുകൾ അവിടെ നിങ്ങൾ പഠിക്കണം. 1 യേശു, 2 ആത്മാവിൻ്റെ ശക്തി, 3 അവൻ്റെ ശ്രുതി ദേശം എല്ലാം പരന്നു. ഇത് വളരെ ശക്തമായൊരു ഭാഷയാണ്, ശക്തമായൊരു വാക്യമാണ്. നിങ്ങൾ ഇന്ന് രാവിലെ സമയം ഈ ഹോളിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ ശാന്തമായി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തെ വിളിക്കുന്ന പേര് സർവശക്തൻ എന്നാണ്. ഭൂമിയിൽ ശക്തന്മാരുണ്ടെങ്കിലും സർവശക്തൻ ഒരുവനേ ഉള്ളൂ, അത് നാം ആരാധിക്കുന്ന ദൈവമാണ്. ഭൂമിയിൽ ഉന്നതന്മാരുണ്ടെങ്കിലും അത്യുന്നതനായ ഒരുവനേ ഉള്ളൂ, അവൻ നാം ആരാധിക്കുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ ദൈവത്തെ ഉന്നതൻ എന്ന് വിളിക്കരുത്, ദൈവത്തെ അത്യുന്നതൻ എന്ന് വിളിക്കണം. കാരണം അവൻ മീതെ വേറെ ഒരു നാമമില്ല. ആ നാമമാണ് എല്ലാ നാമത്തിനും മേലായ നാമം. ബൈബിളിൽ ദൈവത്തെ വിളിക്കുന്നത് എൽ ഷദായ് എന്നാണ്. എൽ ഷദായ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമെന്നാണ് അതിൻ്റെ അർത്ഥം. സർവശക്തി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് പിന്നൊന്നില്ല. നിങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശക്തിയുടെ പ്രത്യേകത ആക്റ്റീവ് പവറുണ്ട്. ആക്റ്റീവ് പവർ ഉണ്ടെങ്കിൽ എനിക്കിത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്കിത് എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. എന്നിൽ വ്യാപരിക്കുന്ന ആക്റ്റീവ് പവറാണ് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം മൂവ് ചെയ്യാൻ
പറ്റുന്നത്, ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്, അതെൻ്റെ ആക്റ്റീവാണ്. ഞാൻ അതിൽ മുഴുകിയിരിക്കുകയാണ്. എൻ്റെ ശക്തി അതിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ പാസീവ് പവറുണ്ട്. നിങ്ങൾ ആരും കാണാതെ എൻ്റെ അകത്തൊരു പാസീവ് പവറുണ്ട്. ആ പാസീവ് പവർ എന്താണെന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ, കുറേയൊക്കെ സഹിക്കാൻ, കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ എൻ്റെ അകത്ത് വ്യാപരിക്കുന്നൊരു ശക്തി. ഇയ്യോബിൻ്റെ മേൽ വ്യാപരിച്ചത് ആക്റ്റീവ് പവറല്ല, പാസീവ് പവറല്ല, ആക്റ്റീവാണ്. അതിനകത്ത് അവൻ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സഹനമായിരുന്നു. ഇന്ന് രാവിലെ സമയം ദൈവം നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് നിങ്ങൾക്ക് തരും. ഒന്നുകിൽ മലകളെ മൂവ് ചെയ്യാനുള്ള പവറായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾക്ക് തരും. അല്ല, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അത് സഹിക്കാനുള്ള കൃപയായിരിക്കാം, ആ ശക്തിയും ദൈവം നമുക്ക് തരും. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇന്ന് ദൈവത്തിന് നന്നായി അറിയാം. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ഹോളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ആക്റ്റീവ് പവർ വ്യാപരിക്കും, അല്ലെങ്കിൽ പാസീവ് പവർ വ്യാപരിക്കും. നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ ഞാൻ ഉറപ്പായ ഒരു കാര്യം വിളിച്ചു പറയാം: ഇത് നിന്നെ മുക്കിക്കളകയില്ല, ഇത് നിന്നെ തകർത്ത് കളകയില്ല, ഇത് നിന്നെ ഇല്ലായ്മ ചെയ്യുകയില്ല. ഇത് നിന്നെ ഇന്ന് പകൽക്കാലം തകർക്കുന്നതല്ല. നിന്റെ മേലൊരു പവർ വ്യാപരിക്കുന്നുണ്ട്, നിന്റെ മേലൊരു പവർ വ്യാപരിക്കുന്നുണ്ട്. അത് സഹിക്കാനുള്ള കൃപയാണ്, അത് പ്രാപിക്കാനുള്ള കൃപയാണ്. ഇന്നുള്ള കഷ്ടത്തെ നീ ഓർക്കണ്ട. ഒഴുകിപ്പോയ വെള്ളം പോലെ നീ കഷ്ടത മറന്നു പോകും. എത്ര പേര് ഇന്ന് രാവിലെ സമയം ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അമേരിക്കക്കാരൻ ഒരു ബ്രിട്ടീഷുകാരനോട് നയാഗ്ര ഫോൾസ് കാണാൻ പോയി. നയാഗ്ര ഫോൾസിന് താഴെ നിൽക്കുന്നതുകൊണ്ട് അമേരിക്കക്കാരൻ ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു: നിനക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണിത്, പവറാണിത്, മോസ്റ്റ് അൺയൂസ്ഡ് പവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോസ്റ്റ് അൺയൂസ്ഡ് പവർ, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത, ഇതുവരെ ഉപയോഗിച്ച് തീരാത്ത വലിയ ശക്തി. എത്ര ഗാലൻ വെള്ളമാണ് ഒരു നിമിഷം വീണുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മോസ്റ്റ് അൺയൂസ്ഡ് പവർ. ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു: നോ 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 നോ, നയാഗ്ര ഫോൾസ് അല്ല മോസ്റ്റ് അൺയൂസ്ഡ് പവർ. മോസ്റ്റ് അൺയൂസ്ഡ് പവർ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, ആര് ഉപയോഗിച്ചാലും തീരാത്തത്, എത്ര ഒഴുകിയാലും തീരാത്തത്, എത്ര പറഞ്ഞാലും പതിവരാത്തത്, എത്ര ഉപയോഗിച്ചാലും തീരാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. അത് ഈ ഹോളിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ആത്മാർത്ഥതയോടെ നീ ദൈവത്തെ സ്തുതിച്ചോ, അഭിഷേകത്തോടെ നീ ദൈവത്തെ സ്തുതിച്ചോ, ആ ശക്തി ഹോളിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നയാഗ്ര ഫോൾസ് അല്ല. ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഗ്രീൻലാൻഡിൻ്റെ ഐസ്ലൻഡിൻ്റെയും ഇടയിലുള്ള ഡെൻമാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടിയിൽ, ഭൂമിയുടെ അടിയിൽ 2000 ഫീറ്റ് താഴെ, 2000 ഫീറ്റ് താഴെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഒഴുകുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് 10,000 ഫീറ്റ് അഥവാ 2 മൈൽ ചുറ്റളവിൽ. അത് വലിയ ആഴത്തിലേക്കാണ് പോയി വീഴുന്നത്. അത് മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അതിനാണ്. ഇന്ന് രാവിലെ സമയം നീ കാണാത്ത ഒരു ഒഴുക്ക് ഇതിനകത്തുണ്ട്, നീ കാണാത്ത ഒരു അഭിഷേകം ഇതിനകത്തുണ്ട്, നീ കാണാത്തൊരു നിറവ് ഇതിനകത്തുണ്ട്, നീ കാണാത്തൊരു പവർ ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നത്, വിശ്വസിക്കാൻ കഴിയുന്ന ദൈവവൈതൽ കാരമടിച്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ സന്തോഷിക്കട്ടെ. ഓ റബ ശംദല റബ ബബ. ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്താ? 2 കൊരിന്ത്യർ 4:7, 2 കൊരിന്ത്യർ 4:7 വായിക്കേണ്ട, ഞാൻ പറയാം. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ഈ അത്യന്ത ശക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞ് അത്യന്ത ശക്തി എന്ന്. അത്യന്ത ശക്തി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇമ്മെഷറബിൾ പവർ. അതിനെ അളക്കാൻ ഒരു ഉപകരണം ഇവിടെയില്ല. ദൈവത്തിൻ്റെ ശക്തി ആർക്കും അളക്കാൻ കഴിയത്തില്ല. നിങ്ങൾ മറന്നു പോകരുത്, ദൈവത്തിൻ്റെ ശക്തി അത്യന്ത ശക്തിയാണ്. റോമർ 1:20 ഇങ്ങനെ വായിക്കുന്നത്, അവൻ്റെ നിത്യശക്തി, ഇൻഫിനിറ്റ് പവർ. മറക്കരുത്, 2 വാക്കുകൾ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, അവന്റെ ശക്തിയുടെ പേര് ഇമ്മെഷറബിൾ പവർ എന്നാണ്. 2, ഇൻഫിനിറ്റ് പവർ ആണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഭൂമിയിലെ ഏത് ശക്തിയും ഉപയോഗത്തിൽ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഉപയോഗത്തിൽ കൂടി വരും. ദൈവത്തിൻ്റെ ശക്തി കൂടുന്നുമില്ല, ദൈവത്തിൻ്റെ ശക്തി കുറയുന്നുമില്ല. അബ്രഹാമിന്റെ കാലത്ത് ഏത് ശക്തി ഉണ്ടായിരുന്നോ ആ ശക്തി ഇന്ന് പകലിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുക. പൗലോസിന്റെ കാലത്ത് ഏത് ശക്തി ഉണ്ടായിരുന്നോ ആ ശക്തി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കാലാവസ്ഥ മാറുന്നത് കൊണ്ടോ, സാഹചര്യം മാറുന്നത് കൊണ്ടോ, മനുഷ്യന്റെ സ്വഭാവം മാറുന്നത് കൊണ്ടോ ദൈവത്തിന്റെ ശക്തി കുറയുന്നില്ല, ദൈവത്തിന്റെ ശക്തി കൂടുന്നില്ല. അത് ഇറ്റേണൽ പവറാണ്, അത് ഇൻഫിനിറ്റ് പവറാണ്, അത് ഇമ്മെഷറബിൾ പവറാണ്. അത് ഇന്ന് പകൽ ഈ ഹോളിൽ വ്യാപരിക്കട്ടെ.
എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അവരൊന്ന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, അവർ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില പേഴ്സണൽ ദൂതുകളുണ്ട്, അതുകൂടെ ഞാൻ ഇടയ്ക്ക് കൈമാറിക്കൊള്ളാം. നിങ്ങളൊന്ന് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഓ, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അദൃശ്യ ലക്ഷണങ്ങൾ ഇന്ന് പകലിൽ ഈ ഹോളിൽ വെളിപ്പെട്ടു വരട്ടെ. ജീസസ്. പക്ഷെ ഒരു വാക്യം വായിക്കണം, 62-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. Psalm 62 verse 11. 62-ന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ബലം, സ്ക്രീനിലോട്ട് നോക്കി വായിച്ചു. ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. സങ്കീർത്തനമാണല്ലോ, ഒന്നിച്ച് പറയാൻ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരോടും ഒന്നിച്ച് പറഞ്ഞേ. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം. ഇപ്പൊ നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ അതിനാ നിങ്ങൾക്ക് കേട്ടില്ല? എന്തിനാ ഞാൻ പിന്നെയും പറയാൻ പറഞ്ഞു? എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞു? പവർ ബിലോങ്സ് ടു ഗോഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിക്ക് ശക്തി ഉണ്ടായിരിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ ധനികന് ശക്തി ഉണ്ടായിരിക്കാം. പക്ഷെ സമയം കൊണ്ട്, കാലം കൊണ്ട് അത് മാറിപ്പോകും. ഒരിക്കലും മാറാത്തൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മറന്നു പോകരുത്. ലോകത്തിലെ ഒരു ചക്രവർത്തിയും നീണാൽ വാഴത്തില്ല. ഇന്ന് നിലനിൽക്കുന്ന സാമ്രാജ്യങ്ങളിലെ ഏറ്റവും പുരാതന സാമ്രാജ്യം ജപ്പാന്റെ സാമ്രാജ്യമാണ്. 1000-ലധികം വർഷത്തിൽ അതിന് പഴക്കമുണ്ട്. അത് കഴിഞ്ഞാലുള്ള സാമ്രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. അതിനും ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. നിങ്ങൾ മറന്നു പോകരുത്. കാലം കൊണ്ട് മനുഷ്യ ചരിത്രത്തിനകത്തിലേക്ക് മറയുന്നതാണ് സാമ്രാജ്യങ്ങൾ. അതിൽ ഒരു രാജാവും 100 വർഷത്തിൽ കൂടുതൽ ഭരിച്ചിട്ടില്ല. അതിൽ ഒരു രാജാവും 80 വർഷത്തിലോ 100 വർഷത്തിലോ കൂടുതൽ ഭരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? അനാദി നിത്യതയിലുള്ളവനും അനാദി നിത്യത വരെ ജീവിക്കുന്നവനുമാണ്. അവനെയാണ് ഞങ്ങൾ ദൈവമേ എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, നീ ആരാധിക്കുന്ന ദൈവം ഇന്നലെ ഉണ്ടായ ഒരു ദൈവമല്ല. നീ ആരാധിക്കുന്ന ദൈവം നാളെ മാഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല. നീ ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അവർ ശക്തിയോടെ ഇന്ന് രാവിലെ സമയം കർത്താവിനെ സ്തുതിക്കട്ടെ. ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ്. സൂര്യനകത്ത് കത്തുന്ന ഇന്ധനങ്ങളുണ്ട്. അത് കത്തുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. നമുക്ക് വെളിച്ചം ലഭിക്കുന്നത്, നമുക്ക് രാത്രിയും പകലുമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട്, ഇവിടെ ചെടികൾ വളർന്നു വരുന്നത്, ഇവിടെ ഫലമുണ്ടാകുന്നത് എന്താ കാരണമെന്നറിയാമോ? സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ്. അതിനകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി അളക്കാൻ നമുക്ക് കഴിയത്തില്ല. എത്ര കത്തി തീർന്നിട്ടും ഇന്ന് പകലിലും സൂര്യൻ ഉദിച്ചത് കൊണ്ടാണ് നമുക്ക് എഴുന്നേറ്റിവിടെ വരാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, സൂര്യന് ശക്തി കൊടുക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. എത്ര പേർക്ക് ദിവസം മനസ്സിലാകുന്നുണ്ട്? സൂര്യനെ പോലും ശക്തി കൊടുക്കുന്ന, ചന്ദ്രന് പോലും ശക്തി കൊടുക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവവൈതൽ ഇന്ന് രാവിലെ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്നത്തെ ഫ്ലൈറ്റുകളിൽ ഏറ്റവും വലിയ ഫ്ലൈറ്റാണ് A380 എന്ന് പറയുന്നത്. A380യുടെ പ്രത്യേകത എന്നറിയാമോ? A380ക്ക് അകത്തിൽ 550 മുതൽ 850 വരെ ആളുകൾക്ക് കയറാം. 550 മുതൽ 850 വരെ ആളുകൾക്ക് കയറാം. അതിനകത്തുള്ള ജോലിക്കാര്, അത്രയും പേർക്ക് വേണ്ട ശാപ്പാട്, അത്രയും പേർക്ക് വേണ്ട വെള്ളം, അത്രയും പേർക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോരുത്തർക്കും കുറഞ്ഞത് ഒരു 2 ലഗേജ് വീതം, 2 ബാഗ് വീതം, പിന്നെ കയ്യിലൊന്ന് വേറെ, തോളയിലൊന്ന് വേറെ എന്ന് വേണ്ട ആകപ്പാടെ ലഗേജ്. ഇത്രയും വെയിറ്റും ഇത്രയും ആളുകളെയും കൊണ്ട് ഒരു എയർപോർട്ടിൽ ഒരു റൺവേ കിടക്കുന്ന A380 ഫ്ലൈറ്റിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ ഞാനൊരു കൊച്ചു മനസ്സോടുകൂടെ അവിടെ ചെന്ന് നിന്ന് A380യോട് ചോദിക്കുക, എൻ്റെ കുഞ്ഞെ, നീ ഇത്രയും വെയിറ്റും കൊണ്ട് എങ്ങനെ മേളിലോട്ടൊന്ന് പൊങ്ങിപ്പോകുന്നത്? എങ്ങനെ നീ ഒന്ന് പൊങ്ങിപ്പോകുന്നത്? കാരണം പറയാം, ഏതൊരു കരപദാർത്ഥം മുകളിലേക്ക് പോയാലും ഭൂമിക്കൊരു ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഇതിനൊരു ആകർഷണ ബലമുണ്ട്. മുകളിലോട്ടിടുന്ന സാധനം താഴോട്ട് വീഴും, അല്ലേ? ഹലോ, അതുകൊണ്ടല്ലേ ആത്മാവിൽ ജമ്പ് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് പോരുന്നത്? നിങ്ങൾക്ക് പിടികിട്ടിയില്ല. മറക്കരുത്, ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഈ ഭൂമിക്കൊരു ആകർഷണമുണ്ട്. അപ്പം ഞാൻ A380യോട് ചോദിക്കുകയാണ്, ഫ്ലൈറ്റിനോട് ചോദിക്കുക, പിന്നെ നീ എങ്ങനെ പൊങ്ങുന്നത്? അതിങ്ങനെ വിളിച്ചു പറയും. ഇതിന് പല കാര്യങ്ങളുണ്ട്, ഇതിന് പല എൻജിൻസ് ഉണ്ട്. പക്ഷേ എൻജിനൊരു പ്രത്യേകതയുണ്ട്. എയറോ ഡൈനാമിക്സ് എന്ന് പറയുന്നൊരു പവർ ഇതിനകത്തുണ്ട്. എയറോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇതിനകത്തുണ്ട്. എയറോ ഡൈനാമിക്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എത്ര വെയിറ്റ് ഉണ്ടെന്നോ, എത്ര ആളുണ്ടെന്നോ, എത്ര ലഗേജ് ഉണ്ടെന്നോ ഉള്ളതല്ല വിഷയം. ഇതിനെ പൊക്കാൻ കഴിയുന്ന,
ഇതിന്റെ ഗ്രാവിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന എയറോ ഡൈനാമിക്സ് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ്, നിന്റെ അകത്ത് ആ എയറോ ഡൈനാമിക്സ് പോലെ പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുക, ആത്മവ്യാപാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഏത് ലോയെയും ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന, ഏത് ലോ ഓഫ് ഗ്രാവിറ്റിയും ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ തൈലം. ഫ്ലൈറ്റ് കയറി ഇരിക്കുന്നതാണ്, നീ പേടിക്കണ്ട താഴോട്ട് പോകുമെന്ന്. നീ താഴോട്ട് പോകത്തില്ല, കാരണം നിന്നെ നിയന്ത്രണം നിനക്കല്ല, പിന്നെ ആർക്കാ? എയറോഡൈനാമിക്സിനാ, ഫ്ലൈറ്റിനാ നിയന്ത്രണം. പക്ഷെ ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ അതിനകത്ത് നിന്ന് ഇപ്പം ഇരിക്കുന്നില്ല, ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർന്നു. അകത്തിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ ലോയെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലോ, ഉള്ള കൃപയെല്ലാം പോയല്ലോ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്നവരെ ഇത് നിയന്ത്രിച്ചോളൂ, ഇതിനകത്തിരിക്കുന്നവരെ ഇത് പാലിച്ചോളൂ. നിങ്ങൾക്ക് എൻ്റെ ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുക. നീ ആത്മാവിനകത്തിരുന്നാൽ, ആത്മാവ് നിന്റെ അകത്തിരുന്നാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, ആത്മശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, ദൈവകൃപ നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന ഏത് ലോയെയും ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാത്മവ്യാപാരം ഇന്ന് പകലിൽ ഈ ഹോളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങളോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവശക്തി, അതാണ് പവർ എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചു, ബലം ദൈവത്തിനുള്ളതാണ്. പവർ ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് ശക്തി. പാസ്റ്റർ സ്റ്റേജിൽ കയറി ഇന്ന് 2 വാക്ക് പറഞ്ഞപ്പോൾ ദൈവശക്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേമായി, ദൂത് എനിക്ക് പിടികിട്ടി. എനിക്ക് കൺഫേമായി. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. നമ്മുടെ കുറിവാക്യം നിങ്ങളൊന്ന് കേട്ടേ. ലൂക്കോസ് 4:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ് യേശു എന്ന്. അല്ലല്ല, എല്ലാവരും ഒന്ന് പറഞ്ഞ് യേശു എന്ന്. യേശു ഉറക്കെ പറയുന്നേ, സന്തോഷത്തോടെ പറ. അയ്യോ, ഇത്ര മാധുര്യമുള്ള വേറെ ഒരു നാമമില്ലെന്നേ. ശക്തിയോടെന്ന് പറ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ കുട്ടിപ്പിശാചും ആളമേ മടങ്ങുന്ന ഒറ്റ നാമമുണ്ടെങ്കിൽ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് ഉറക്കുമെന്ന് പറഞ്ഞ് യേശു എന്നൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. 2, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാനത് പിന്നെ ഒടുവിൽ ഇതിൻ്റെ കണക്ട് ചെയ്യുമ്പോൾ ഇത് വ്യാഖ്യാനിച്ചു കൊള്ളാം. നിങ്ങൾ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, എക്സ്റ്റേണൽ വർക്കുണ്ട്. എക്സ്റ്റേണൽ വർക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ എക്സ്റ്റേണൽ വർക്ക് എന്താണ് നമ്മൾ ചിന്തിക്കാൻ പോവുക. പുറത്തെങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പോകുക. അത് വിസിബിൾ വർക്കാണ്, അത് എക്സ്റ്റേണൽ വർക്കാണ്, അത് ഔട്ട്വേർഡ് ഡെമോൺസ്ട്രേഷൻ ആണ്, പുറത്തുള്ള പ്രദർശനമാണ്. പരിശുദ്ധാത്മാവ് പുറത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എൻ്റെ കൂടെ നിങ്ങൾ വരണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ വാക്യത്തിലൂടെ അല്ലാതെ ഒരു കാര്യവും പറയത്തില്ല. നിങ്ങൾ കാരണം വചനമാണ് നമ്മുടെ അകത്ത് ക്രിയ ചെയ്യേണ്ടത്. 33-ാം സങ്കീർത്തനം എടുത്തേ, അതിൻ്റെ 6-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. 33-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, യേശുവിന്റെ നാമത്തിൽ. വേഗം വായിച്ചേട്ടെ. സാം 33. യഹോവയുടെ വചനത്താൽ ആകാശവും യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അപ്പൊ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരനെ കൂടെ പറയുക, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യമുളവായി. വ്യാഖ്യാനം: 1, യഹോവയുടെ വചനം, അത് ദൈവത്തിൻ്റെ വചനമാണ്, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ്. 2, അവൻ്റെ മൂക്കിലെ ശ്വാസം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മയിൽ സൃഷ്ടിപ്പ് നടത്താൻ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ്. ഉൽപ്പത്തി 1:1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഇനി 1 മിനിറ്റ് നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. സന്തോഷമല്ലേ എന്നെ നോക്കുന്നത്? ഒന്ന് സന്തോഷത്തോടെ ഇരുന്നേ ദൈവമക്കളെ. ഉൽപ്പത്തി 1 മുതലുള്ള വാക്യം വായിച്ചാൽ ഒരു ക്രിയേഷന്റെ ചരിത്രം കാണാം, ഒരു സൃഷ്ടിപ്പിന്റെ ചരിത്രം കാണാം. ബൈബിളിലെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് പ്രത്യേകതയുള്ള സൃഷ്ടിപ്പാണ്. എന്താ പ്രത്യേകത എന്ന് ഞാൻ പറയാം. എനിക്കൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു പ്രതലം വേണം, ഒരു സ്പേസ് വേണം. ഒരു സ്പേസ് ഇല്ലാതെ, ഞാൻ നിൽക്കുന്നത് ഒരു സ്പേസിലാണ്, എൻ്റെ ബൈബിൾ ഇരിക്കുന്ന ഒരു സ്പേസിലാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. സ്പേസ് ഇല്ലാതെ കാര്യം നടക്കത്തില്ല. എനിക്കൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ
ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു സ്പേസ് ആവശ്യമുണ്ട്. ആമേൻ. 2, എനിക്കൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ഒരു റോ മെറ്റീരിയൽ ഇല്ലാതെ, ഒരു വസ്തുവില്ലാതെ എനിക്കൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. 3, എനിക്കൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ ടൈം വേണം. 3 വാക്കുകൾ നിങ്ങൾ മറക്കരുത്. സ്പേസ് വേണം, റോ മെറ്റീരിയൽ വേണം, ടൈം വേണം. ഈ 3 കാര്യങ്ങൾ കൂടി യോജിക്കുമ്പോൾ മാത്രമേ ഒരു ക്രിയേഷൻ നടക്കത്തുള്ളൂ. അല്ലെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒന്നിനെ മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? ഉൽപ്പത്തി 1:1 കാണാതറിയാവുന്ന ദൈവമക്കളാണ്. ഉറക്കുമെന്ന് പറഞ്ഞ് ആദിയിൽ, ഉറക്കെ പറ, ആദിയിൽ ദൈവം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ടൈം ഉണ്ടാകുന്നതിന് മുമ്പേ, സ്പേസ് ഉണ്ടാകുന്നതിന് മുമ്പേ, മാറ്റർ ഉണ്ടാകുന്നതിന് മുമ്പേ ആരുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. കുഞ്ഞെ, ഈ മാറ്റർ ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ സ്പേസ് ഉണ്ടാകുന്നതിന് മുമ്പേ, ആമേൻ, ഈ റോ മെറ്റീരിയൽ ഉണ്ടാകുന്നതിന് മുമ്പേ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ആദിയുടെ ആദി എനിക്കറിയത്തില്ല, ആദിയുടെ ആരംഭം എനിക്കറിയത്തില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. ഇല്ലായ്മയിൽ നിന്ന് വന്ന്, ആമേൻ ആമേൻ ആമേൻ, ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിയുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകലിൽ ഈ ഹോളിൽ വ്യാപരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവസഭ കർത്താവിനെ സ്തുതിക്കട്ടെ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? ഇനി ആ വാക്യം നിങ്ങളൊന്ന് നോക്കണം. ഇല്ലായ്മയിൽ, ആദിയിൽ നിന്നുകൊണ്ട് ദൈവം മാത്രമുള്ളപ്പോൾ, സ്പേസ് ഇല്ല, ടൈം ഇല്ല, മാറ്റർ ഇല്ലാതിരിക്കുമ്പോൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഭാഷ അവർക്ക് പിടികിട്ടുന്നുണ്ടോ പാസ്റ്ററെ? ഉണ്ട്. ഓക്കെ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സ്പേസ് ഇല്ലാതെ, ടൈം ഇല്ലാതെ, മാറ്റർ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുന്നു ഉണ്ടാകട്ടെ എന്ന്. ഇന്ന് പകലും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ ഹോളിലിരുന്ന് നീ ഒന്ന് വിളിച്ചു പറയണം. നിന്റെ തലമുറയെ നോക്കി നീ ഒന്ന് വിളിച്ചു പറയണം. നിന്റെ കുടുംബത്തെ നോക്കി നീ ഒന്ന് വിളിച്ചു പറയണം. നിന്റെ സഭയെ നോക്കി നീ ഒന്ന് വിളിച്ചു പറയണം. ഈ സിറ്റിയെ നോക്കി നീ ഒന്ന് വിളിച്ചു പറയണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് സൃഷ്ടിച്ചു വരോ. ഓക്കെ. ഇനി ദൈവം എന്താ ചെയ്തത്? ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, അതിന്റെ പുറകിൽ എന്തില്ലായിരുന്നു? 3 കാര്യം ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? ഇനി പിണങ്ങും നമ്മളെ. ഒന്ന് പറഞ്ഞേ. സ്പേസ് ഇല്ലായിരുന്നു, ടൈം ഇല്ലായിരുന്നു, മാറ്റർ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ഉണ്ടായി? ടൈം ഉണ്ടായി, സ്പേസ് ഉണ്ടായി, മാറ്റർ ഉണ്ടായി. അതാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 1-ലും 2-ലും നമ്മൾ കാണുന്നത്. അതിൻ്റെ പേരാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് സൃഷ്ടിപ്പെന്ന് പറയുന്നത്. എന്താ സൃഷ്ടിപ്പെന്ന് പറഞ്ഞാൽ? ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുകയാണ്, ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. ഇന്ന് രാവിലെ സമയം ആ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയത് ആരാണെന്നാണ് 33-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. യഹോവയുടെ വചനത്താൽ ആകാശവും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യം ഉളവായെങ്കിൽ സൃഷ്ടിപ്പ് നടത്തുവാനായി വ്യാപരിച്ചത് വചനമായിരുന്നു. സൃഷ്ടിപ്പ് നടത്തുവാനായി വ്യാപരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. ഇന്ന് രാത്രി കുഞ്ഞെ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തോ അറിയാം, നീ എന്തോ മനസ്സിലാക്കി. അത് ശക്തിയാ കുഞ്ഞെ, അത് സൃഷ്ടിപ്പ് നടത്തുന്ന ശക്തിയാ. അടരമന ഹംദര ദഗൽഖര അടഗമന ശംദല രഗദന ഓ റബ ശതല റബസിയ ദല. ഓ, അത് സൃഷ്ടിപ്പ് നടത്തുന്ന ശക്തിയാവുന്നേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അത് ക്രിയേഷനാണ്, അത് സൃഷ്ടിപ്പ് നടത്തുന്നതാണ്. ഇനി ഞാൻ അതിലേക്കൊന്ന് തിരിച്ചു വരാം. ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കണം, ഒന്നുകൂടെ ഒന്ന് വായിക്കണം, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആമേൻ. ഈ ലോകത്തെ മാത്രമല്ല ദൈവം സൃഷ്ടിച്ചത്. ആമേൻ. ദൈവത്തിൻ്റെ വാക്കുകൊണ്ടും ശ്വാസം കൊണ്ടും സൃഷ്ടിച്ചത്. ആമേൻ. ലൂക്കോസ് 1-ലേക്കൊന്ന് വന്നേ. 1:35 വായിച്ചേ. ലൂക്കോസ് 1:35 വാക്യം. 34 നമ്മൾ ഇന്നലെ വായിച്ചതാണ്. ആമേൻ. ഒരു പെൺകുട്ടി 13 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള, അല്ലെങ്കിൽ ഒരു 16-17 വയസ്സ് പ്രായമുള്ള, ആമേൻ, മേരി എന്ന വെർജിൻ്റെ അടുക്കല് ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ അകത്തൊരു ശിശു ഉണ്ടാകാൻ പോകുന്നു. വായിച്ചോ 35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എന്താ വരും? പരിശുദ്ധാത്മാവ്. അവളുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് അവൾ ചോദിച്ചത്. സ്വാഭാവികമായൊരു ചോദ്യം അവൾ ചോദിച്ചു. ഞാനൊരു വെർജിനാണ്, ഞാൻ യങ് ആണ്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഇനി ഒരു വാക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറയാം. ആദിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആവശ്യം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആദിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആവശ്യമായിരുന്നപ്പോൾ ദൈവം എങ്ങനെ സൃഷ്ടിച്ചെന്നറിയാമോ? നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അത് റോ മെറ്റീരിയൽ ആയിരുന്നു. വേണ്ടി വന്നാൽ ഇല്ലാതെ ദൈവം ഉണ്ടാക്കും, റോ മെറ്റീരിയൽ ഇല്ലാതെയും ദൈവം ഉണ്ടാക്കും, റോ മെറ്റീരിയൽ കൊണ്ടും ദൈവം ഉണ്ടാക്കും. ആദിയിലെ ഏതെങ്കിലും മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണ്
കൊണ്ടായിരുന്നു. രണ്ടാമത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണ് കൊണ്ടല്ല, വാരിയെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. വാരിയെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പോൾ മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം, വാരിയെല്ല് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം. ആമേൻ. അബ്രഹാം സാറ ദമ്പതികൾക്കൊരു തലമുറയെ കൊടുത്തത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ മേൽ ദൈവം ദിവ്യ ശക്തി പകരുകയായിരുന്നു. അങ്ങനെയാണ് ഒരു തലമുറയെ കൊടുത്തത്. അങ്ങനെയാണ് സക്കരിയാവിന് യോഹന്നാനെ കിട്ടിയത്. അങ്ങനെയാണ് മനോഹയ്ക്ക് ശിംശോനെ കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? വാർദ്ധക്യത്തിലെത്തി വഴി അടഞ്ഞവർക്ക് സാധ്യതയില്ലെന്ന് പറഞ്ഞിടത്തൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 3 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 മണ്ണ് കൊണ്ടുണ്ടാക്കാം, 2 വാരിയെല്ല് കൊണ്ടുണ്ടാക്കാം, 3 വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരിലൂടെ കൊണ്ടുവരാം. ഞാനും നിങ്ങളിൽ ലോകത്തിൽ വന്നത് നാച്ചുറലായിട്ട് ദൈവം ഒരു പ്രൊക്രിയേഷൻ്റെ പ്രോസസ്സ് വെച്ചിട്ടുണ്ട്. മാതാപിതാക്കളിലൂടെയാണ് നമ്മൾ ലോകത്തിൽ വന്നത്. 4 മാർഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 മണ്ണ് കൊണ്ടുണ്ടാക്കാം, 2 വാരിയെല്ല് കൊണ്ടുണ്ടാക്കാം, 3 വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളിലൂടെ കൊണ്ടുവരാം. അല്ല, നാച്ചുറൽ പ്രോസസ്സിലൂടെ കൊണ്ടുവരാം. യേശു വന്നത് ഈ 4 വിധത്തിലും അല്ല. നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ല. യേശു വന്നത് ഈ 4 വിധത്തിലും അല്ല. യേശു വന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ലൂക്കോസ് 1:35 വായിക്കാൻ വേഗത്തിൽ. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എന്തോ വരുമെന്ന്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ ഓൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന്. പരിശുദ്ധാത്മാവ് വരുമെന്ന്, വരാൻ സാധ്യതയുണ്ടെന്നല്ല. ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ കം. ഇത് നിന്റെ മേൽ വരുമെന്ന് ഞാൻ ഉറപ്പായി ഇന്ന് പറയുന്നു. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആത്മാവ് ഇറങ്ങി വരുന്ന പ്രാമേൻ ഒരു ദിവസമായി തീരട്ടെ. ആത്മാവ് ഇറങ്ങി വരുന്ന സമയമായി മാറട്ടെ. ആത്മപ്രവാഹത്തിന്റെ ദിവസമായി മാറട്ടെ. ഉടരമന ഹസ്തര ജഗൽക്കര ഭൗഷമന. ആത്മാവ് നിന്റെ മേൽ വരും. യെസ്. അടുത്തത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അടുത്തത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ 2 കാര്യം നിങ്ങൾ മറക്കരുത്. 1 ദ പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതന്റെ ശക്തി. 2 ഹോളി സ്പിരിറ്റ്. ആരുടെ മേൽ വന്നു? 16 വയസ്സുള്ള മറിയുടെ മേൽ വന്നു. അപ്പോൾ അകത്തൊരു ശിശു ജനിച്ചു. ആമേ. ക്രിയേഷൻ നടക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാ ക്രിയേഷൻ നടക്കുന്നത്? വാക്യം മറക്കരുത്. യഹോവയുടെ വചനത്താൽ, യഹോവയുടെ ആത്മാവിനാൽ. എങ്ങനെ സൃഷ്ടിപ്പ് നടത്തുന്നത്? ഈ ഭൂമിയെ സൃഷ്ടിച്ച അതേ ആത്മാവ്, ഈ ഭൂമിയെ സൃഷ്ടിച്ച അതേ വചനം മറിയുടെ അകത്തേക്ക് വന്നപ്പോൾ, ആമേ, വഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് മറിയുടെ അകത്തേക്ക് വന്നപ്പോൾ ഒരു ശിശു അകത്ത് ജാതനായെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് ചെല്ലെ നോക്കി പറയുന്നു, നിന്റെ ശൂന്യത കണ്ട് നീ പേടിക്കണ്ട, നിന്റെ ഇല്ലായ്മ കണ്ട് നീ ഭാരപ്പെടണ്ട. ഇതിനകത്തേക്കൊരു വചനം വരും, ഇതിനകത്തേക്കൊരു ജീവൻ വ്യാപരിക്കും, ഇതിനകത്തേക്കൊരു അഭിഷേകം പകരും. എത്ര പേർക്ക് സാമേൻ ദൂത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? അവർ ഒരുമിച്ച് ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മ ശക്തിയുടെ എക്സ്റ്റേണൽ എവിഡൻസ്, എക്സ്റ്റേണൽ ഡെമോൺസ്ട്രേഷൻ ആണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സൃഷ്ടിപ്പ് നടക്കും. ഞങ്ങൾ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ജനം ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്തറിയാമോ? നമ്മളറിയാതെ ചില പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റർ, ഈ സഭയോടും നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചൊരു ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. നിങ്ങൾക്കറിയാമോ യോസേപ്പ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ, യോസേപ്പ് എന്ന് പറഞ്ഞത് വലിയ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹം അപ്പൻ്റെ ആടുകളെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ തേടി അപ്പൻ ഈ മകനെ അയക്കുകയാണ്. ഈ മകൻ പോയി പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ശേഖേമിൽ ചെന്നു, അവിടെ കണ്ടില്ല. അപ്പോൾ ആരോ ഇവനോട് പറഞ്ഞു കൊടുത്തു, അവരെവിടെ ഉണ്ടെന്ന്? ദോദാനിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ദോദാനിലുണ്ടെന്ന് പറഞ്ഞു. ഇവൻ അവിടെ ചെന്നപ്പോൾ അവരെ കണ്ടുമുട്ടി. ദോദാൻ എന്ന വാക്കിനി മറക്കരുത്. 2 wells എന്നാണ്, 2 കിണറുകൾ എന്നാണ്. മറക്കരുത് ഇനിയും. എപ്പോഴെങ്കിലും കേട്ടാൽ ഹിന്ദി അറിയാവുന്നവരെന്ന് പറഞ്ഞ ദോ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലയോ? അതല്ല, ഹിന്ദി വാക്കല്ല അത് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഞാനൊന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. ദോദാൻ എന്ന് പറഞ്ഞാൽ 2 wells എന്നാണ്, 2 കിണറുകൾ എന്നാണ്. അവിടെ 2 കിണറുകളുണ്ട്. ഒന്നിനകത്ത് ജലമുണ്ട്, മറ്റേത് പൊട്ടക്കിണറാണ്. അത് കുഴിയാണ്, അത് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. ആമേൻ. അവിടെ വലിച്ചെറിയുന്ന സ്ഥലമാണ്. അത് ആർക്കും ഉപയോഗമുള്ളതല്ല. അത് ശൂന്യമായി കിടക്കുകയാണ്. യോസേപ്പ് അവിടെ ചെല്ലുമ്പോൾ സഹോദരന്മാർ അവനെ വിളിക്കുന്നൊരു പേരുണ്ട്. പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, സഹോദരന്മാർ അവനെ കണ്ടിട്ട് യോസേപ്പ് വരുന്നെന്നല്ല പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, എന്തോ പറഞ്ഞത്? സ്വപ്നക്കാരൻ വരുന്ന. താങ്ക് യു. 37 ഉൽപ്പത്തി. യോസേപ്പിനെ കണ്ടുകൊണ്ട് അവർ പറയാ, ദ ഡ്രീമർ ഈസ് കമ്മിങ്. ദ സ്വപ്നക്കാരൻ വരുന്നു. ഞാൻ ഇന്ന് രാവിലെ ആനന്ദിക്കുന്നു. കാരണം പറയാ, നിന്റെ പേരിനേക്കാൾ വലുതാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ. നിന്റെ പേരിനേക്കാൾ വലുതാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. നിന്റെ പേരിനേക്കാൾ വലുതാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി.
ആത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ അവൻ യേശുവിന്റെ നാമത്തെ റിസീവ് ചെയ്തോണം. അവനെ നോക്കിയിട്ട് പറയുക, അവന്റെ സഹോദരന്മാർ നോക്കിയിട്ട് പറയുക, the dreamer is coming, the dreamer is coming. ഇന്ന് പകലിൽ ഞാനും ബിജു പാസ്റ്ററോട് ഈ സ്റ്റേജിൽ നിന്നിട്ട് പറയുക, ഇതിനകത്ത് കുറെ ഡ്രീമേഴ്സ് ഇരിപ്പുണ്ട്, ഇതിനകത്ത് സ്വപ്നം കാണുന്ന കുറെ ആളുകൾ ഇരിപ്പുണ്ട്. ഓ, ഇതിനകത്ത് ദൈവപ്രവൃത്തി വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഇരിപ്പുണ്ട്. കുഞ്ഞേ, കുഴിയിൽ നീ വീണാലും പൊട്ടക്കിണറ്റിൽ നീ വീണാലും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറയട്ടെ. ശമന റഖല ദരഖ ശമന ഹന്ദരെ അറബസേധേരിയ. ഇനി ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ച ദൂത് വരട്ടെ. ആമേൻ. ഒരു നിമിഷം ഞാൻ ഇന്ന് രാവിലെ പാസ്റ്ററെ ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് തന്നൊരു ദൂത കേട്ടെടുത്തു വേണം. ആമേൻ. ദോതാനി ചെന്നു, അവർ പിടിച്ച് ഇയാളെ കുഴിയിലിട്ടു. ആമേൻ. എന്താ വിളിച്ചത്? സ്വപ്നക്കാരൻ. സ്വപ്നക്കാരനെ കുഴിച്ചു മൂടും കേട്ടോ. സ്വപ്നക്കാരൻ്റെ സ്വപ്നം തീരുമെന്ന് ലോകം പറയും. നിന്റെ ഡ്രീമിനെ കൊല്ലുന്ന സ്ഥലമാണ് ദോതാൻ എന്ന് പറയുന്നത്. അതൊരു ശാപമാണ്, അതൊരു തിന്മയാണ്, അതൊരു പൈശാചിക പോരാണ്. ആ പട്ടണത്തിൻ്റെ ഒരു വ്യാപാരമാണ്. ആമേൻ. ഇവിടെ വരുന്നവൻ്റെ എല്ലാം സ്വപ്നം തകർന്നിട്ടുണ്ട്, ഇവിടെ വരുന്നവനെല്ലാം വീണിട്ടുണ്ട്, ഇവിടെ വരുന്നവനൊന്നും പൊങ്ങിയിട്ടില്ല, ഇവിടെ വരുന്നവനെ എല്ലാം ഈ കുഴിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകരം ഞാൻ ആത്മാവിൽ ദൂത് പറയാ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നടക്കും. ഓഹോ ശമനരബ രേഖാലബ സന്ദരലബര അടഗമന ഹസര ദഗൽഖര റിബാബാബാബ ശംദല. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താ അത് ബ്രേക്ക് ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞത്? ആമേൻ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ. ആമേൻ. എന്താ ഞാൻ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞത്? ബൈബിളിൽ 2 സ്ഥലത്ത് മാത്രമേ പാസ്റ്ററെ ദോതാൻ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഉൽപ്പത്തി 37 ഉൽപ്പത്തി 37 ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്ന എവിടെയാണെന്നറിയാമോ? 2 രാജാക്കന്മാർ 6:13 നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം. 2 രാജാക്കന്മാർ 6:13. ആമേൻ. 2 സ്ഥലത്ത് മാത്രമേ ഈ ദോതാൻ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളൂ, ദോതാൻ എന്ന സ്ഥലം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇറ്റ് വാസ് എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ വില്ലേജാണ്, ഒരു ചെറിയ സ്ഥലമാണ്. ഇവിടെ 2 കിണറുകളുണ്ട്. ഒരു കിണർ പൊട്ടക്കിണറാണ്, എല്ലാവൻ്റെയും സ്വപ്നം കുഴിച്ചു മൂടുന്നതാണ്. ഇവിടെ ആര് വേല തുടങ്ങിയിട്ടുണ്ടോ അവനെല്ലാം കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. ആരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ അവന് എല്ലാം പിടിച്ച് ഈ കുഴിയിലിട്ടിട്ടുണ്ട്. പക്ഷെ കാലം മാറും കേട്ടോ, കാലം മാറും കേട്ടോ, ചരിത്രം മാറും കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങളൊന്ന് കേട്ടെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ സന്തോഷിക്കുക. എൻ്റെ അകത്ത് ഇടിമുഴക്കം പോലെ, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിയോട് ഞാൻ സഭയോട് കൈമാറുന്ന ഒരു ദൂത് വിശ്വാസത്താൽ ഏറ്റെടുത്തോണം. ശമന ഹത്തല രഗത്ഖര ബൗഷമന. ഓ ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ പാർക്കുന്നത് 2 രാജാക്കന്മാർ 6:13. സ്തോത്രം. എന്തോ വാക്യം എന്നറിയാവോ? നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്ന? ആര്? ഏലീശ പ്രവാചകൻ പിടിക്കാനായിട്ട് ശമരിയയിൽ നിന്ന് ആളിനെ വിട്ടിരിക്കുക. അവരോട് പറയുക, നിങ്ങൾ ചെന്നിട്ട് നോക്കണം അവനെ എവിടെ ഇരിക്കുന്നെന്ന്. ആളയച്ച് ഞാൻ അവനെ എന്ത് ചെയ്യും? ഇവിടെ വരുന്നവനെ എല്ലാം പിടിക്കുന്ന ജോലിയാ. എവിടെ വരുന്നവനെ? ദോതാനിൽ. പാസ്റ്റർ, കർത്താവ് ഇന്ന് എന്നോട് പറഞ്ഞു, ഈ പട്ടണത്തിന് ഒരു മരണശക്തി കൂടെയുണ്ട്, ഒരു മരണശക്തി. കാരണം ഇവിടെ വരുന്നവനെയെല്ലാം കൊല്ലുന്ന, ഇവിടെ വരുന്നവനെയെല്ലാം കുഴിയിലിടുന്ന ഒരു മരണശക്തി കൂടെ ഇവിടെയുണ്ട്. ഇവിടെ മരണത്തിൻ്റെ ശക്തിയുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു നോക്കിക്കേ. ആളയച്ച് അവനെ പിടിക്കും എന്ന് കൽപ്പിച്ചു. ആമേൻ. അവൻ എവിടെ ഇരിക്കുന്നു? അവൻ ദോതാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. 2ാമത്തെ പ്രാവശ്യം പറഞ്ഞ നിൽക്കുന്ന ഇവിടെ ഉള്ളു, ഇനി ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ തിരിച്ചു പറയാം, ദൂത് പറയാം കേട്ടോ. നിങ്ങൾ അയ്യോ എല്ലാവരും പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഞാൻ പണ്ടിരുന്നൊരു സഭയിൽ ആരാധനയ്ക്ക് കേട്ടോ പാസ്റ്റേ, ആരാധനയ്ക്ക് കൊയർ കേറി പാട്ട് പാടിയ കൂട്ടത്തിൽ അവർ സമയാമാൻ്റെ രഥത്തിൽ നിന്നുള്ള പാട്ട് പാടി. സഭായം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി ഒരു അമ്മാമ്മ എന്നെ കയ്യെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞ്, മേലാൽ ഇവിടെ പാട്ട് പാടി, ഈ പാട്ട് പാടിയേക്കരുത്, വിറച്ചിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യായിരുന്നു. പേടിക്കണ്ട, സന്തോഷത്തോടെ ഇരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. ഓ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൂത് പറയാൻ വേണ്ടിയാ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളിൻ്റെ പേരെന്താണെന്നറിയാവോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളിൻ്റെ പേര് ഏലീഷ എന്നാ. ഞാൻ ഏലീഷയോട് ചോദിക്കുക. അവിടെ ഒരു ബാല്യക്കാരൻ ഇപ്പോൾ ഉണ്ട്. അവൻ പ്രവാചകൻ്റെ പെട്ടി എടുത്തുകൊണ്ട് നടക്കുന്ന ആളാ. അവൻ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ നിലവിളിയാ, യജമാനനെ, യജമാനനെ, കാര്യം തീർന്നു, എല്ലാം അവസാനിച്ചു, ശമരിയുടെ സൈന്യം നമ്മളെ പിടിക്കാൻ വരുന്നു. കാരണം ദോതാൻ മരണത്തിൻ്റെ വ്യാപാരമുള്ള സ്ഥലമാ. പ്രവാചകൻ പറഞ്ഞു, നീ ഒന്ന് അടങ്ങിയിരിക്കെ, അവിടെ കണ്ണു തുറക്കാൻ പറയുന്ന ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ വേറൊരു കാര്യം പറയാനാ, ഒരു ദൂത് നിങ്ങളോട് പറയാനാ. എന്താ ദൂതെന്നറിയാമോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇത് പണ്ട് ഡ്രീമറെ കുഴിച്ചിട്ട സ്ഥലമാ, സ്വപ്നക്കാരനെ കുഴിച്ചിട്ട സ്ഥലമാ. എന്ന ചരിത്രം ദൈവം മാറ്റി, ആ ദേശത്തിന്റെ ശാപം ദൈവം മാറ്റി, അവിടുത്തെ മരണം ദൈവം മാറ്റി, അവിടുത്തെ തിന്മ ദൈവം മാറ്റി. ഇന്ന് പകലില് ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ മറക്കരുത്, അവിടുത്തെ ശാപം ദൈവം മാറ്റി, അവിടുത്തെ തിന്മ ദൈവം മാറ്റി. ഇപ്പൊ
അവിടെ എന്തായിരിക്കുന്ന അറിയാമോ? അവിടെ കണ്ണടച്ച ഉടനെ വിഷനാ. ഓ, അവിടെ ഇരിക്കുന്ന പുള്ളി ഭയങ്കര ദർശകനാ. റാമാന ഹന്തര. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ദോതാനിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഭയങ്കര കേടികെട്ടിയ പുള്ളിയാ. ഹാലേലു. വിഷന്റെ ഒഴുക്ക, ദർശനത്തിന്റെ ഒഴുക്ക, സ്വപ്നത്തിന്റെ ഒഴുക്ക. ഒരു കാലത്ത് ഇത് കൊല്ലുന്ന സ്ഥലമായിരുന്നെങ്കിൽ, ഒരു കാലത്ത് ഇത് കുഴിച്ചു മൂടുന്ന സ്ഥലമായിരുന്നെങ്കിൽ, ഇന്ന് ദൈവസ്ഥിതി മാറ്റിയത് എങ്ങനെയാണെന്നറിയാമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനിടയിൽ ഒരു സംഭവം നടന്നു. അങ്ങനെ ദേശത്തിന്റെ ശാപം മാറിയത്. സംഭവം എന്താന്ന് വായിക്കണം, വായിച്ചെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രാമി ഉൽപ്പത്തി 37 31 വാക്യം ഒന്ന് വായിച്ചേ. 37 31 വാക്യം പ്ലീസ്. ഹല്ലേലൂയ. ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു. ആരെ? ചേട്ടന്മാരെല്ലാം കൂടെ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസേഫിന്റെ വസ്ത്രമെടുത്ത് ആ രക്തത്തിനകത്ത് മുക്കിയിട്ട് പറഞ്ഞു, അപ്പൻ്റെ അടുക്ക കൊണ്ട് കാണിക്കാം, ഒരു ക്രൂര മൃഗം അവനെ കൊന്നെന്ന്. ആമേൻ. അല്ല കടിച്ചു കീറിയെന്ന്. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വഴി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറയാം. പക്ഷെ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. അവരറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവരറിയാതെ ചെയ്തതാ. പക്ഷെ ഒരാടവിടെ അറുക്കപ്പെട്ടു, ഒരാടവിടെ കൊല്ലപ്പെട്ടു. ആ ആടിന്റെ രക്തം അവിടെ ചിന്തി. ഇന്ന് പകൽ നിങ്ങൾ മറക്കരുത്. ദോതാന്റെ ശാപം മാറിയത് എങ്ങനെയാണെന്നറിയാമോ? ഒരു യാഗം അവിടെ നടന്നു, ഒരു ആടവിടെ അറുക്കപ്പെട്ടു. ഒരാടവിടെ അറുക്കപ്പെട്ടത് കൊണ്ട് ദൈവം ആ ശാപത്തെ മാറ്റി, ദൈവം ആ ശാപത്തെ മാറ്റി. ഇപ്പൊ വിഷം തുറക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പൊ ഡ്രീം വരാൻ കാര്യം എന്താണെന്നറിയാമോ? ഡ്രീമിന്റെ കേന്ദ്രമായി ഇത് മാറാൻ കാര്യം എന്താണെന്നറിയാമോ? ഇതിനിടയിൽ ഒരു യാഗം നടന്നു. കാൽവരിയിലേക്കൊന്ന് നോക്കിക്കേ. ഭൂമിയുടെ ശാപം മാറിയത്, ഭൂമിയുടെ നിന്ന മാറിയത്, അവൻ ഫോർട്ട് കൊച്ചിയുടെ നിന്ന മാറിയത് യേശുവിന്റെ ക്രൂശിലൂടെയാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ദൈവം ഈ സഭയെ എന്തിനവിടെ കൊണ്ടുവന്നത്? ചില മരണശക്തികളെ അഴിക്കാൻ അപാശ്രേ, ചില ആത്മഹത്യകളെ അഴിക്കാൻ അപാശ്രേ, ചില തിന്മകളെ അഴിക്കാനാണ്. ഓ, ചിലതിന്റെ പേര് മാറ്റാനാണ്, ചിലതിനെ വ്യത്യാസം വരുത്താനാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയാം. ദോതാൻ ഒരിക്കൽ സ്വപ്നക്കാരെ കുഴിച്ചിടുന്ന സ്ഥലമാണെങ്കിൽ ഇന്ന് ദോതാനി സ്വപ്നങ്ങളുടെ അഭിഷേകമാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഇടപെട്ടു. ആത്മമണ്ഡലം ദൈവം തുറക്കുന്നു. ആത്മമണ്ഡലം ദൈവം തുറക്കുന്നു. ആത്മമണ്ഡലം എന്ന് പറഞ്ഞ കർത്താവിനോട് പറഞ്ഞു, ഒരു 5-8 വയസ്സുള്ള ഒരു കുഞ്ഞി ഈ ഹോളിനകത്ത് കാലി ചവിട്ടിയാൽ അവനും പ്രവചിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരും. അവനും ആത്മാവി പ്രവചിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഇടപെട്ടതാണ്. ആത്മമണ്ഡലം ദൈവം തുറക്കുക. ആത്മമണ്ഡലം ദൈവം തുറന്നാലുണ്ടല്ലോ, 10 വയസ്സുള്ള ഒരു കുഞ്ഞി ഹോളിനകത്ത് കയറിയാൽ അവന്റെ പ്രത്യേകത കൊണ്ടല്ല, ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി ഇത് വിഷന്റെ കേന്ദ്രമായി മാറട്ടെ. മോനെ, ആ പാസ്റ്ററുടെ മോനെന്തി പാട്ടുപാടിയ മോനെ, അവനെ ഞാൻ വിളിച്ചേ. മോനെ, കർത്താവിനോട് പറയുന്നു, നീ ജനിച്ച സമയത്ത് നിന്റെ നാവിനൊരു കെട്ടുണ്ടായിരുന്നു. നീ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവനല്ലായിരുന്നു. നിനക്ക് ധൈര്യത്തോടെ പറയാനുള്ള സന്ധ്യടമില്ലായിരുന്നു. പക്ഷെ കർത്താവ് നിന്റെ നാവിനെ തൊട്ടതാണ്. കർത്താവ് നിന്റെ നാവിനെ തൊട്ടതാണ്. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ജനിച്ച സമയത്ത്, നീ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് നീ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ആളല്ലായിരുന്നു. നിനക്ക് ശരിക്കും സംസാരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. നിൻ്റെ നാവിൽ വരുന്ന വാക്കുകൾ കൃത്യമായ വാക്കുകളല്ലായിരുന്നു. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ഹാൻഡ് ഡെലിവേർഡ് മെസ്സേജ്, നിൻ്റെ നാവിനെ തൊട്ടൊരു അഭിഷേകം, നിൻ്റെ നാവിനെ തൊട്ടൊരു അഭിഷേകം ഇന്ന് പകലും നിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. നിൻ്റെ നാവിനെ തൊട്ടൊരു അഭിഷേകം നിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ. എനിക്കറിയത്തില്ല എന്താ ദൈവം പറയുന്നതെന്ന്, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. ദൈവം പറയുന്നത് ഇന്ന് പകലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്നോട് കർത്താവ് പറഞ്ഞത്, യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ ദൂതാണ്. യിരെമ്യാവേ, നിന്റെ അപ്പൻ പുരോഹിതനായിരുന്നു. നിന്റെ അപ്പൻ്റെ പേര് ഹിൽക്കിയാവെന്നാണ്. അവൻ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ്. നീയും ധൂപക്കുറ്റിയെടുത്ത് വേണമെങ്കിൽ ശുശ്രൂഷിക്കാമായിരുന്നു. പക്ഷേ നീ ഇറങ്ങി. എന്തിനാ ഇറങ്ങിയെന്നറിയാമോ? നിന്റെ നാവിനെ ദൈവം തൊട്ടതാണ്. നിന്റെ നാവിനെ ദൈവം തൊട്ടതാണ്. ഇന്ന് നിന്റെ നാവിനെ ദൈവം തൊടുകയാണ്. നിന്റെ നാവിന്മേൽ ദൈവം ഒരു അഭിഷേകം പകരുകയാണ്. ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ചെയ്യുവാൻ, ഒരു സ്പെഷ്യൽ മിനിസ്ട്രി ചെയ്യുവാൻ, ഒരു യൂണിക് മിനിസ്ട്രി ചെയ്യുവാൻ ആത്മാവിന്റെ അഭിഷേകം ചെയ്യുന്നു.
ഓ ഞാൻ ചരിത്രം വായിച്ചപ്പോൾ, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ കാര്യം ഞാൻ പറയാം. ചിലരുടെ തലയിൽ ദൈവം അഭിഷേകം പകർന്നു, ആമേൻ. ചിലരുടെ ശരീരത്തിലൂടെ ദൈവം അഭിഷേകത്തിന് തൈലമൊഴുക്കി. പക്ഷേ യിരെമ്യാവിന്റെ നാവിനെ ദൈവം തൊട്ടെന്നാണ്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നാവിനെ ദൈവം തൊടുകയാണ്, നിന്റെ നാവിനെ ദൈവം തൊടുകയാണ്, നിന്റെ നാവിനെ ദൈവം തൊടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ റാബാശാന്തൽ, എല്ലാവരും ഹൃദയം തുറന്ന് കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറയുന്നു, ഇവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്ഫുടതയോടെ സംസാരിക്കുന്നവനല്ലായിരുന്നു, ഇവൻ ധൈര്യത്തോടെ സംസാരിക്കത്തില്ലായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവൻ ഭയമുള്ളവനായിരുന്നു. എന്നാൽ കർത്താവിന്റെ നാവിനെ തൊട്ടു. അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവനെ അഭിഷേകത്തോടെ വേർതിരിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അനോയിന്റിങ്ങിന്റെ പകർച്ച ഈ കുഞ്ഞിന്റെ മേൽ ദൈവം പകരട്ടെ. ഓ മോനെ, ഈ 21 ദിവസം കഴിയുമ്പോൾ നീ ആൾ മാറിയവനെ പോലെ ആകും. ഈ 21 ദിവസം കഴിയുമ്പോൾ നിന്റെ മിനിസ്ട്രിയുടെ ലെവൽ ദൈവം മാറ്റും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകത്തിന് ശക്തി അത്യന്തമായ അഭിഷേകത്തിലേക്ക് ദൈവം പകരും. ഇന്ന് പകല് ദൈവം നിന്നെ വേർതിരിക്കുന്നു. ഓ ഷമാന രഗദന സത്തല രബബബ. കർത്താവിനോട് പറയുന്നു, നീ രാജ്യങ്ങളെ എണ്ണിക്കോണം. ആമേൻ. നിന്റെ പിതാവ് പോയതിനേക്കാൾ ഇരട്ടി സ്ഥലത്ത് നീ യാത്ര ചെയ്യും. കർത്താവിനോട് 50 എന്നൊരു കാര്യം പറഞ്ഞു. 50 രാജ്യത്ത് പോയി കഴിയുമ്പോൾ, 50 രാജ്യം നീ സന്ദർശിച്ചു കഴിയുമ്പോൾ നീ കുറിച്ചു വെക്കണം. ഇന്നത്തെ ദിവസം നീ ഓർക്കണം. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ രാജ്യങ്ങൾക്ക്, ആമേൻ മോനെ, കർത്താവിനോട് പറയുന്നു, ഇന്ത്യക്ക് അതിരുണ്ട്, അമേരിക്കയ്ക്ക് അതിരുണ്ട്, പക്ഷെ ദൈവരാജ്യത്തിന് അതിരില്ല. ഓ, എല്ലാവർക്കും ദൂത് മനസ്സിലായില്ല. ദൈവരാജ്യത്തിന് ബൗണ്ടറി ഇല്ല. ബൗണ്ടറി ഇല്ലാത്തൊരു മിനിസ്ട്രിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ കുഞ്ഞിനെ അഭിഷേകം ചെയ്യട്ടെ. വിശ്വസിക്കുന്ന ദൈവവൈതൽ കാലമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഈ മകന് വേണ്ടി എളിയവൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അസാധാരണമായ അഭിഷേകം, അസാധാരണമായ നിറവ്, ആമേ, ഒരു ഹാൻഡ് ഡെലിവേർഡ് മെസ്സേജ് ഇവന്റെ നാവിന്മേൽ പരിശുദ്ധാത്മാ പകരണമേ. മോനെ, ആമേ, മോനെ, കർത്താവിനെ സ്തുതിക്ക്. ആമേ. വർഷിപ്പ് ദ ലോർഡ്, 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 വർഷിപ്പ് ദ ലോർഡ്. എല്ലാവരും കർത്താവിനെ ഒരു 10 സെക്കൻഡ് ഒന്ന് ആരാധിച്ചേ. യെസ്, 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 യെസ്. Oh rababababa shamdala, receive it, receive it, receive it, receive it in the mighty name of Jesus, 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 in the mighty name of Jesus. Oh rabashamdala rabababa. കർത്താവേ, ഞങ്ങൾ ഇവനെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. യിരെമ്യാവിനെ പോലെ ചിലതിനെ പണിയുവാൻ, ചിലതിനെ ഇടിക്കുവാൻ, ചിലതിനെ നിർമൂലമാക്കുവാൻ, ചിലതിനെ കെട്ടിപ്പൊക്കുവാൻ. അടകം ദരക ക്ഷമനം ദഗരം 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 അടക ബലവം ബലവ ക്ഷമനം ദരക ക്ഷമനം. ഓ റബഖ സതല റബബബബ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ഓ ശമന രഗദല റബ ശംദല. ഓ ഹല്ലേലൂയ. ജീസസ്. കർത്താവേ, മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ അവൻ വ്യത്യസ്തനാകട്ടെ. ശൗൽ ശമൂവേലിനെ പിരിഞ്ഞു പോകുമ്പോൾ ദൈവന് വേറൊരു ഹൃദയം കൊടുത്തു. ഈ 1ാമത്തെ ദിവസം ദൈവൻ വേറൊരു ഹൃദയം കൊടുക്കട്ടെ. അവനൊരു യൂണീക്ക് മിനിസ്ട്രി ചെയ്യട്ടെ. അവൻ വ്യത്യസ്തനായിരിക്കട്ടെ. അവൻ്റെ സ്നേഹിതന്മാരുടെ നടുവിൽ അവൻ വ്യത്യസ്തനായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്തോട്ടെ. കാരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തോട്ടെ. ആമേൻ, 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 ആമേൻ. ദൈവം നന്മ ചെയ്ത, ദൈവം അനുഗ്രഹങ്ങൾ പ്രാപിച്ച, ദൈവിക വിടുതലുകൾ പ്രാപിച്ച ദൈവമക്കൾ മൗനമായി ഹോളിൽ ഇരിക്കരുത്. ആദരം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ആദരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ നാമത്തെ ഇന്ന് രാവിലെ സമയം നമുക്ക് ഉയർത്തുവാനുള്ള പകൽക്കാലമാണ്. ഹല്ലേലൂയ. ദോതാന്റെ സ്ഥിതി മാറിയത് അവിടെ ഒരു യാഗം നടന്നതുകൊണ്ടാണ്. കാൽവറിയിലെ യാഗമാണ് നമ്മുടെ സ്ഥിതി മാറ്റിയത്, നമ്മുടെ വീടിൻ്റെ ശാപം മാറ്റിയത്, നമ്മളെ ദൈവമക്കളാക്കി തീർത്തത്, നമ്മളെ നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി തീർത്തത്. ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഇന്ന് പകൽക്കാലം ഉയരട്ടെ. കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. ഒറ്റ ദിവസം പോലും ക്രൂശിനെ ധ്യാനിക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യേശുവിനെ കാണാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. രാവിലെ എഴുന്നേറ്റിരുന്ന് ആദ്യം കാണേണ്ടത് ക്രൂശിനെയാണ്. ആമേൻ. ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ്. അവനാണ് നമ്മുടെ പാപം ക്ഷമിച്ചത്. അവനാണ് നമ്മുടെ രോഗം സൗഖ്യമാക്കിയത്. അവനാണ് നമ്മുടെ ദേശത്തിനെ നിന്ന് മാറ്റിയത്. അവനാണ് നമുക്ക് എല്ലാറ്റിനും എല്ലാമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആശ്ചര്യ ക്രൂശേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽ അവനെ ആരാധിക്കുവാൻ നമുക്കിടയാകട്ടെ.
ഒന്ന്, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഏറ്റവും പ്രാധാന്യമാണ് ക്രിയേഷൻ നടത്തുക എന്നുള്ളത്, സൃഷ്ടിപ്പ് നടത്തുക. ആമേൻ. അത് ഉദരത്തിൽ സൃഷ്ടിപ്പ് നടത്തും. ആമേൻ. അത് പ്രതലത്തിൽ സൃഷ്ടിപ്പ് നടത്തും. ആമേൻ. അത് ഭൂമിയിൽ സൃഷ്ടിപ്പ് നടത്തും. എവിടെയെല്ലാം ക്രിയേഷൻ നടത്തണമോ അവിടെ വചനത്തോടു കൂടെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്, ഉയർപ്പിക്കുക എന്ന് പറയുന്നത്. രണ്ട് വാക്യം മാത്രം ഞാൻ പറയാം. 1 പത്രോസ് 3:18 വാക്യം. 1 പത്രോസ് 3:18 വായിച്ചാട്ടെ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിൽ എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. മരണശിക്ഷയേറ്റു. ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. റോമർ 8:11 യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ. ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. 1 പത്രോസ് 3:8 അവൻ ജഡത്തിൽ മരണശിക്ഷയേറ്റെങ്കിലും ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. അത് റിസറക്ഷൻ, പരിശുദ്ധാത്മ ശക്തിയുടെ പ്രദർശനമാണ്, ഡെമോൺസ്ട്രേഷൻ ആണ്. എന്താ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ? മുമ്പുണ്ടായിരുന്നതാണ്, പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി, പിന്നെ അതിൻ്റെ ജീവൻ പോയി, ഇപ്പോൾ അത് മൃതശരീരമായി കിടക്കുക, ഇപ്പോൾ അത് ഡെഡ് ബോഡിയായി കിടക്കുക. അതിന് ചലനമില്ല, അതിന് അനക്കമില്ല, അത് എഴുന്നേൽക്കത്തില്ല. എന്നാൽ അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കും, പരിശുദ്ധാത്മാവിന്റെ ജീവൻ വ്യാപരിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയേക്കാൾ, പണ്ടത്തെ അവസ്ഥയേക്കാൾ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ മറന്നു പോകരുത്. അതേ വേർഡ് തന്നെ റീ എന്ന വാക്ക് എവിടെങ്കിലും ഉപയോഗിച്ചാൽ എഗെയിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റീവൈവൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണർവെന്നാണ് അതിൻ്റെ അർത്ഥം, വീണ്ടും മടങ്ങി വരവെന്നാണ് അതിൻ്റെ അർത്ഥം. റീസറക്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നത് ഇല്ലാതായി പോയത് മുമ്പത്തേക്കാളും ശ്രേഷ്ഠമായ നിലയിൽ മടങ്ങി വരുന്നതാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. അതിനോട് ബന്ധപ്പെട്ട വാക്കാണ് റിവൈവൽ എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതെ പോയതുമായ ഒരനുഭവത്തിൽ നിന്ന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം സഭയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് റിവൈവൽ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാല റിവൈവലാണ് ദൈവം അയക്കുന്നത്. റീ ആയിട്ട് അയക്കുകയാണ്, വീണ്ടും ദൈവം അയക്കുകയാണ്, വീണ്ടും ദൈവം അയക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ റിസറക്ഷൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് ചെയ്തത് നിങ്ങൾക്കറിയാമോ? ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം. എഹെസ്കേൽ 37-ന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. അവിടെ ഒരു താഴ്വരയിലേക്ക് ദൈവം പ്രവാചകനെ നടത്തിയ നമ്മളൊരു 100 പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പുതിയ റെവലേഷൻ നിങ്ങൾ കേട്ടോണം. താഴ്വരയിലേക്ക് പ്രവാചകനെ അയക്കുന്നു. ആമേൻ. ഞാനിത് ഇന്ന് രാവിലെ സമയം ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ദൈവം പറഞ്ഞു പ്രവചിക്കാൻ. എന്താ പ്രവചിച്ചത്? വചനമാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞത്. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, ബന്ധം വിട്ടുപോയതിനെ യോജിപ്പിക്കുവാൻ ഒരാത്മശക്തി ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അറ്റുപോയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, ചിതറിപ്പോയതിനെ കൂട്ടിച്ചേർക്കുവാൻ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആത്മശക്തി ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിന്റെ സ്ഥാനം നിനക്കറിയത്തില്ല, അത് എവിടെ കിടക്കുന്നെന്ന് നിനക്കറിയത്തില്ല. ഒന്നൊന്നിനോട് യോജിക്കത്തില്ല, ഒന്നൊന്നായി തീരത്തില്ല, ഒന്നൊന്നിനോട് വന്നു ചേരത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുകയാണ്, ഒരു കുലുക്കം ഉണ്ടാകാൻ പോകുകയാണ്. അസ്ഥിയോട് വന്നു ചേരും. ഒറ്റ സെക്കൻഡ് ഓൺലൈൻ ഒന്ന് ഓഫ് ചെയ്യാമെങ്കിൽ ഞാൻ കഥ പറയാം. കാരണം അവരിത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സോദരൻ നാളെ പത്ത് സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യും. 10 സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യും. ആരെയൊക്കെയോ നോക്കി ദൈവാത്മാവ് ദൂത് പറയുക, കുഞ്ഞ നിന്റെ ഒരായുസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് 10 സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യും.
10 സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യും. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന ദൈവസഭ, അത് വിശ്വസിക്കുന്ന ദൈവസഭ സന്തോഷത്തോടെ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനോട് ദൂത് പറയാൻ പറയുന്നു. യാക്കോബിന്റെ ഭാര്യയുടെ പേരാണ് ലേയ, ആദ്യത്തെ ഭാര്യ അല്ലേ? കണ്ട, മറ്റേ ഭാര്യയുടെ പേരെന്താ? ഹാഗാറോ? എൻ്റെ പൊന്ന് ദൈവം തമ്പുരാനെ, റേച്ചല്. ലേയായും റാഹേലും അല്ലേ? ലേയും റാഹേലും. പക്ഷെ ലേയായ്ക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. ലേയുടെ പ്രശ്നം എന്താ അറിയാമോ? ഒറ്റ വാക്യമേ ഉള്ളൂ, ഇങ്ങനെ എഴുതിയേക്കുന്നേ, അവളുടെ കണ്ണിൻ്റെ ശോഭ കുറവായിരുന്നു. സ്തോത്രം. എല്ലാവരും നിങ്ങൾ ഇപ്പം നോക്കണ്ട, ഇത് കഴിഞ്ഞ സൗകര്യമാരുടെ കണ്ണിലോട്ട് നോക്കണം. അവരുടെ മുഴുവൻ ഊർജ്ജവും ആ കണ്ണിനകത്തിലാണ്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, അങ്ങനെ അതിൻ്റെ സംഭവം അങ്ങനെയാണ്. നിങ്ങളുടെ പവർ മുഴുവൻ നിങ്ങളുടെ കണ്ണിനകത്തിലാണ്. നിങ്ങളുടെ പ്രസരിപ്പ് മുഴുവൻ നിങ്ങളുടെ കണ്ണിനകത്തിലാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നറിയണേ നിങ്ങളുടെ കണ്ണി നോക്കിയാൽ മതി. അത് സൗന്ദര്യത്തിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ സിസ്റ്ററെ. നിന്റെ കണ്ണിന് സൗന്ദര്യമില്ലെന്നോ, നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ലെന്നോ ആര് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ലേയായ്ക്ക് വേണ്ടി വഴി തുറന്ന ദൈവമാണ് നിന്റെ ദൈവമെന്ന്. ലേയായ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. ദൈവം അവളെ ഓർത്തു. നിന്റെ കണ്ണിന് പ്രസരിപ്പില്ല, നിനക്ക് ജീവിക്കാൻ മാർഗമില്ല, നിന്നെ കൊണ്ട് പ്രയോജനമില്ലെന്ന് ലോകം എഴുതി വച്ചാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ ഓർക്കും. വിശ്വസിക്കുന്ന ദൈവസഭ കർത്താവിനെ സ്തുതിക്കട്ടെ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഖാരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. നിന്റെ കണ്ണിനകത്തൊരു ജീവൻ വ്യാപരിക്കുമെന്ന്, നിന്റെ മുഖത്തൊരു പ്രസാദം ഉണ്ടാകുമെന്ന്, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ കഷ്ടത മറക്കുമെന്ന്. ദൈവത്തിന്റെ ജീവൻ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ശമന രഗതന. യേശുവിന്റെ റിസറക്ഷൻ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഞാൻ പറഞ്ഞ 2 വാക്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് കരുതുന്നു. 1 പത്രോസ് 3:18, റോമർ 8:11. എന്നാൽ റിസറക്ഷൻ്റെ ഏറ്റവും വലിയ തെളിവ് എഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ നിൽക്കുന്നത് 37 അസ്ഥിയോട് വന്ന് ചേർന്നു. പക്ഷെ അവരെല്ലാം എങ്ങനെ നിൽക്കുന്നതെന്നറിയാവോ? എല്ലാം സ്റ്റാച്യു പോലെ നിൽക്കുന്നത്. ഒന്നിനും ചലനമില്ല, ഒന്നിനും അനക്കമില്ല. ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പാസ്റ്റർ സ്റ്റാച്യുവാ, ഒരെണ്ണത്തിന് അനക്കമില്ല. പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കൊരു സങ്കടം തോന്നും. എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒന്നും നോക്കുന്നില്ല, എല്ലാവരും അങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയല്ലയോ, എല്ലാവരും അങ്ങ് പോസിച്ചുകൊണ്ടിരിക്കുകയല്ലയോ. നല്ല കാര്യമാണ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാം സ്റ്റാച്യു പോലെ നിൽക്കുക. ദൈവം പറഞ്ഞു, കാമേ സംഭവം തീർന്നില്ല, പ്രോസസ്സ് തീർന്നില്ല, അടുത്ത പ്രോസസ്സാണ്. നീ കാറ്റിനോട് പ്രവചിക്കണം, നീ കാറ്റിനോട് പ്രവചിക്കണം. കാറ്റ് 4 ദിക്കിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേലൊന്ന് ഊതട്ടെ, അവരുടെ മേലൊന്ന് ഊതട്ടെ. അവർ ഊതിക്കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ജീവനുണ്ടായി, അവർക്കെല്ലാം ചൈതന്യമുണ്ടായി. അതെല്ലാം ദൈവത്തിന് സൈന്യമായി മാർച്ച് ചെയ്യാൻ തുടങ്ങി. ഓ ശമന ഘടകതന ആമി. ഒരു റിസറക്ഷൻ നടക്കട്ടെ കുഞ്ഞെ. നിന്റെ വീടിനകത്തൊരു റിസറക്ഷൻ നടക്കട്ടെ, നിന്റെ സമ്പത്തിനകത്തൊരു റിസറക്ഷൻ ഉണ്ടാകട്ടെ, നിന്റെ ആരോഗ്യത്തിനകത്തൊരു റിസറക്ഷൻ ഉണ്ടാകട്ടെ. ഓ റീബാ ശാന്തല രഗതന. നഷ്ടപ്പെട്ടു പോയെന്ന് നീ പറഞ്ഞത്, കൈമോശം വന്നെന്ന് നീ പറഞ്ഞത്, ആമേ ബ്രദറെ ബിസിനസ് തകർന്നു പോയെന്ന് നീ പറയുന്നത്, സാമ്പത്തിക നഷ്ടമുണ്ടായി നീ പറയുന്നത്, ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു, അതിനകത്തൊരു റിസറക്ഷൻ ഉണ്ടാകട്ടെ. ഓ റബ ശാന്തല റബ ബബ ആമാരാഖസേധേരിയ ലബന. വിശ്വസിക്കുന്ന സകല ദൈവവൈതലും ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ജീവൻ ഉണ്ടാകും, അതിനകത്തൊരു മടങ്ങി വരവുണ്ടാകും, അതിനകത്തൊരു അത്ഭുതം സംഭവിക്കും, അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്കറിയാം റിസറക്ഷന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്, ഇന്നത്തെ റിസറക്ഷൻ എന്ന് പറയുന്നത് എഫേസ്യർ 2:1-2 പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനം, അവർക്ക് ജീവനില്ല. അവർ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ അകത്ത് ആത്മജീവനില്ല. എഫേസ്യർ 2:1-2 അതിക്രമങ്ങളിലും പാപങ്ങളിലാലും മരിച്ചവരാണ്. അവർ മരിച്ചു കിടക്കുക. ഞാൻ 2-3 ചോദ്യം നിങ്ങളോട് ചോദിക്കാം. എഹെസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിച്ചു, നിങ്ങൾ എന്നെ കേട്ടിരുന്നേ? എഹെസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിച്ചു, ക്യാൻ ദീസ് ബോൺസ് ലിവ്? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമില്ലേ? ക്യാൻ ദീസ് ബോൺസ് ലിവ്? ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ. നെഹമ്യാവ് മതിൽ പണിയാൻ ചെല്ലുന്ന ഉടനെ ചോദിക്കുന്ന
ഒരു ചോദ്യമുണ്ട്. ക്യാൻ ദീ സ്റ്റോൺസ് ലീവ്? ഈ കല്ലുകൾ ജീവിക്കുമോ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആമീൻ. അങ്ങനെ 2 ചോദ്യം ഞാൻ ചോദിച്ചു. ക്യാൻ ദീസ് ബോൺസ് ലീവ്? ക്യാൻ ദീ സ്റ്റോൺസ് ലീവ്? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ കല്ലുകൾ ജീവിക്കുമോ? മുടിയംപുത്രന്റെ വീട്ടിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ക്യാൻ ദീ സൺ ലീവ്? ഈ മകൻ ജീവിക്കുമോ? ഇത് 3 ചോദ്യങ്ങളാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ പറയണം, അത് ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് പറയണം, ഈ കല്ലുകൾ ജീവിക്കുമെന്ന് പറയണം, ഈ മകൻ ജീവിക്കുമെന്ന് പറയണം, ദൈവനെ മടക്കി വരുത്തുമെന്ന് പറയണം, ദൈവനെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറയണം. അതൊരു ചോദ്യമാണെങ്കിൽ ഇന്ന് ആൻസർ നിനക്കറിയാം. യേശുവിന്റെ നാമത്തിൽ ഒരു റിസറക്ഷൻ നടക്കട്ടെ, ഒരു റിവൈവൽ സംഭവിക്കട്ടെ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഒരു റിസറക്ഷൻ ഇന്ന് പകൽ നമ്മുടെ വീടിനകത്ത് നടക്കട്ടെ. ദൈവമക്കളെ, ഈ പഠനത്തിൽ മരിച്ചു കിടക്കുന്ന, പാപത്തിൽ മരിച്ചു കിടക്കുന്ന, ഡ്രഗിന് അടിമകളായി കിടക്കുന്ന, മദ്യപാനത്തിന് അടിമകളായി കിടക്കുന്ന, ഇമ്മൊറാലിറ്റിക്ക് അടിമകളായി കിടക്കുന്ന, മരണത്തിൽ കിടക്കുന്ന കുറെ ആളുകളുണ്ട്. എന്തിനാ ദൈവം ഒരു പട്ടണത്തിൽ ഒരു സഭയെ കൊണ്ടുവന്നത്? വൈ ഡു ഐ എക്സിസ്റ്റ്? എന്തിന് ഞാൻ ജീവിക്കുന്നു? എന്തിന് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു? ഞാൻ ഇന്ന് പാലക്കാലം കർത്താവിന്റെ ദാസൻ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ പറയാം, അവരെ വിളിച്ചതിനകത്ത് കൊണ്ടുപോവാ. അവർക്കൊരു ജീവൻ ഉണ്ടാകട്ടെ, അവർക്കൊരു മടങ്ങി വരവുണ്ടാകട്ടെ, അവർ യഥാസ്ഥാനപ്പെടട്ടെ, അവർ നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരട്ടെ, അവർക്കൊരു ജീവിതം ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സമയ ആത്മാക്കളെ നേടുന്നവരാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്മാക്കളെ നേടാനാണ്. അങ്ങ് ആമേൻ സ്തോത്രം. നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. മോനിസ് ജോർജ് പാസ്റ്ററോ ബിജു CX പാസ്റ്ററോ എന്തെല്ലാം പറഞ്ഞാലും ഒരുത്തനെ മാനസാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന വാക്കിനകത്ത്, വചനത്തിനകത്തൊരു ജീവനുണ്ട്. അതാണ് ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നത്, അതാണ് ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് മാനസാന്തരപ്പെടുത്താൻ പ്രാപ്തിയില്ല, പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാനസാന്തരപ്പെടുത്തു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് പകല് രോഗശാന്തി ഹോളിൽ വ്യാപരിക്കട്ടെ. ഈ 1-ാമത്തെ ദിവസം തന്നെ രോഗശാന്തി ഹോളിൽ വ്യാപരിക്കട്ടെ. ഈ 1-ാമത്തെ ദിവസം തന്നെ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ 1-ാമത്തെ ദിവസം തന്നെ ഒരു ദൈവപ്രവൃത്തി ഹോളിൽ ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സഭ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പട്ടണം വിടുവിക്കപ്പെടുവന്നേ, ജനം ഓടി വരുവന്നേ. ആമേൻ. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ ആരാധന നടക്കുമ്പോൾ ജനം ഓടി വരുവന്നേ, ബോർഡ് കണ്ട ആളുകൾ ഈ ചർച്ചിനകത്ത് വന്ന് കയറുമെന്നേ. അത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ബോർഡ് കണ്ട ആൾ കയറി വരുന്നതിന് കാരണം നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ ചർച്ചിനകത്തൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ സഭയ്ക്കകത്ത് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായാൽ, നിന്റെ സഭയ്ക്കകത്തൊരു ജീവനുണ്ടെങ്കിൽ, നീ അറിയാതെ ജനം ഇതിനകത്ത് വന്നു കയറുവന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സംഭവം പരിശുദ്ധാത്മാവിന്റെ മനസ്സിൽ കൊണ്ടിരുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ന്യൂയോർക്ക് പട്ടണത്തിൽ ഏറ്റവും നല്ല ചർച്ച സ്ഥാപിച്ചത് ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറഞ്ഞ ദൈവദാസനാണ്. അദ്ദേഹം 2 വർഷത്തിന് മുമ്പാണ് മരിച്ചത്, വളരെ വാർദ്ധക്യത്തിൽ. ഡേവിഡ് വിൽക്കേഴ്സൺ ആണ് ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും നല്ല, കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം, ടൈം സ്ക്വയർ ചർച്ച് സ്ഥാപിച്ചത് ഡേവിഡ് വിൽക്കേഴ്സൺ ആണ്. നിങ്ങൾക്കറിയാം, ന്യൂയോർക്ക് സിറ്റിയിലെ ഈ ഗ്യാങ് മെമ്പേഴ്സ്, അവരുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ സുവിശേഷം പറഞ്ഞത് ഡേവിഡ് വിൽക്കേഴ്സൺ ആണ്. അവർക്ക് ലഘുലേഖകൾ കൊടുത്തത് ഡേവിഡ് വിൽക്കേഴ്സൺ ആണ്. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ടൈം സ്ക്വയർ ചർച്ച്. ഒറ്റ സംഭവം പറയാം. സ്തോത്രം. ഡേവിഡ് വിൽക്കേഴ്സൺ ഒരിക്കൽ ന്യൂയോർക്കിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ അവിടെ ഭൂമിയുടെ അടിയിൽ കൂടെയുള്ള സബ്വേ എന്നാണ് പറയുന്നത്. സബ്വേക്കകത്തിൽ ഇങ്ങനെ ട്രാക്റ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ഗ്യാങ് മെമ്പേഴ്സ് തന്നെ ആക്രമിക്കാനായിട്ട് ഓടി വന്നു. എന്ത് ചെയ്യണമെന്ന് തനിക്കറിയത്തില്ല. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് പറഞ്ഞു, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ആ സബ്വേക്കകത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ പറഞ്ഞു. ഡേവിഡ് വിൽക്കേഴ്സൺ അവിടെ നിന്നുകൊണ്ട് ഈ ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് തന്നെ ആക്രമിക്കാൻ വരികയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഡേവിഡ് വിൽക്കേഴ്സൺ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന്. ഇദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര ശക്തിയോടെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നോ അത്രയും ശക്തിയോടെ അവർ തിരിച്ചോടാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ബിൽ ഹൈമർ എന്ന് പറഞ്ഞ ദൈവദാസൻ ഈ സംഭവം എഴുതിയപ്പോൾ അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡേവിഡ് വിൽക്കേഴ്സണിൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു തിന്മയുടെ ശക്തിയാണ്. ഇത് രണ്ടുകൂടെ ഏറ്റുമുട്ടി. എപ്പോഴാണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ മേലുള്ള അഭിഷേകം റിലീസ് ചെയ്തു. എപ്പോൾ റിലീസ് ചെയ്തെന്നറിയാമോ? ആ പ്രൈസ് ദി ലോർഡ് പറഞ്ഞപ്പോൾ ഇത് അങ്ങോട്ട് ചെന്നു, മറ്റേത് ഇങ്ങോട്ട് വന്നു. രണ്ടുകൂടെ ഏറ്റുമുട്ടിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ ഓടിപ്പോയെന്ന് ഇന്ന് പകൽക്കാലം പാതിയിരിക്കാൻ ഉറ്റുനോക്കാൻ ഇതിനകത്ത് വരുന്നവൻ പോലും ആത്മാവിൽ പിടിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഓ, എല്ലാവർക്കും മനസ്സിലായില്ല. ഉറ്റുനോക്കാൻ വരുന്നവൻ, ന്യൂസ് പിടിക്കാൻ വരുന്നവൻ, ആലോചന പിടിക്കാൻ വരുന്നവൻ ഇതിനകത്ത് വന്നു കയറിയിരുന്നാൽ അവൻ കൂടെ പിടിക്കപ്പെടുന്ന ഒരഭിഷേകം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നത് ആത്മാവിൽ കാണുന്ന ദൈവവൈതൽ ഉറക്കെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അങ്ങനെ സംഭവിക്കട്ടെ. ജീസസ്.
ഹല്ലേലൂയ. എന്തിനാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി? എക്സ്റ്റേണൽ ക്രിയേഷൻ, റിസറക്ഷൻ. 3. എന്തിനാണ് എക്സ്റ്റേണൽ പവർ? 1 ആക്ട്സ് 1:8, അപ്പോസ്തലപ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ, ഭയങ്കര ശക്തിയാന്നേ, ഭയങ്കര ശക്തിയാ. നമ്മുടെ ശക്തി ഒന്നും ഈ പല ഗ്രാമങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കർത്താവിൻ്റെ ദാസന്മാരെയൊക്കെ പലരെയും ഒത്തിരി പേരുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി അവരുടെ ഭാഷ കൊണ്ടോ അവരുടെ വാക്കുകൊണ്ടോ അവരുടെ ജ്ഞാനം കൊണ്ടോ ഒന്നും നടക്കത്തില്ല. പക്ഷേ 100 കണക്കിന് ആളുകൾ അവർ സ്നാനപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം പോയടുത്ത് ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റേ ഒറ്റ സ്നാനത്തിന് 165 പേരെയൊക്കെ സ്നാനപ്പെടുത്തിയത്. എങ്ങനെയാണ് നടന്നതെന്നറിയാമോ? ഒരു ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്, ഒരു ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്, ഒരു അത്യന്ത ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:8 എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ് നമുക്കൊന്ന് എക്സർസൈസ് ചെയ്യാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ ഉറക്കെ പറഞ്ഞേ. ഈ ദൈവദാസൻ വായിക്കുന്നുണ്ട്, ഉറക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരോടെ. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉറക്കെ പറയുന്നേ, ശക്തിയോടെ പറ, സന്തോഷത്തോടെ പറ, മടിയില്ലാതെ പറ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ഞാൻ ഉറപ്പായി പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നാൽ ശക്തി ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദൂത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിനക്ക് ശക്തി ലഭിക്കും, നിനക്ക് ശക്തി ലഭിക്കും. മലകളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസം, പോരുകളെ തകർക്കാൻ കഴിയുന്ന ദൈവശക്തി ഇന്ന് പകൽ ഈ സഭയുടെ മേൽ റിലീസ് ചെയ്യട്ടെ. റാബാന ഹംദര രഗൽകര റീബാബാബ ശാന്തര രബന ഗടഗദന റീഖാമാന ഷാത്യരി യാരഗസ്യ. സാക്ഷിയാകാനാ. എന്തിനാ ദൈവം എക്സ്റ്റേണൽ ആയിട്ട് ഈ പവർ റിലീസ് ചെയ്യുന്നത്? സാക്ഷിയാകാനായിട്ടാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ പരീക്ഷന്മാർ ശാസ്ത്രിമാരെല്ലാം കൂടെ വന്നിച്ച് പറഞ്ഞു, ഇപ്പം ഭൂതങ്ങളെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നതെന്ന്. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. മത്തായി 12:28-29. യേശു പറഞ്ഞ അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒരു കുടുംബം തമ്മിൽ ചിത്രിച്ചാൽ നിലനിൽക്കത്തില്ല, ഒരു രാജ്യം തമ്മിൽ തന്നെ ചിത്രിച്ചാൽ നിലനിൽക്കത്തില്ല. അങ്ങനെയാണ് ഭൂതത്തെ കൊണ്ട് ഭൂതത്തെ ഇറക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇന്ന് പകലിൽ സഭയോട് ഞാൻ ദൂതായിട്ട് പറയുന്നു, ദൈവാത്മാവിനാൽ നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കും. ദൈവാത്മാവിനാൽ, ദൈവാത്മാവിനാൽ, ദൈവാത്മാവിനാൽ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവാത്മാവിനാൽ. ശക്തി എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തി എന്തിനാ പകരം എന്നറിയാമോ? പൈശാചിക ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ നിന്റെ സഭയ്ക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഈ ഹോളിരുന്ന് ഈ ഉറക്കെ വിളിച്ചു പറയണം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് കർത്താവ് പറയുക, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നുകളെ. വാക്യം നിങ്ങൾക്ക് ഓർമ്മയോടാണ്, കണ്ടോ? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ചിലതിനെ നീ പിടിച്ചു കെട്ടുകയാണ്, ചിലതിനെ നീ പിടിച്ചു കെട്ടുകയാണ്. ഓ റാബാ ശാന്തല, ചില ശക്തികളെ നീ പിടിച്ചു കെട്ടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സഭയോട് ഞാൻ പറയുന്നു, ചില ശക്തികളെ നീ പിടിച്ചു കെട്ടുന്ന സമയമാണ്. ഹല്ലേലൂയ. ദാസി നീ പിടിച്ചു കെട്ടും, ചിലതിനെ നീ പിടിച്ചു കെട്ടും. ഇവിടെ ഇരുന്നുകൊണ്ട് പിടിച്ചു കെട്ടും. ആ കൈ ഉയർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസിയോട് ദൈവം പറയുന്നത്, നീ ഇവിടെ ഇരുന്നുകൊണ്ട് ചിലതിനെ പിടിച്ചു കെട്ടും. യേശുവിൻ്റെ നാമത്തിൽ നീ മടങ്ങി ഭവനത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത് കാണും. ദൈവത്തിൻ്റെ മഹത്വം നീ വീടിനകത്ത് കാണും. ദൈവത്തിൻ്റെ തേജസ് നിന്റെ വീടിനകത്ത് നീ കാണും. ഇന്ന് നീ പറഞ്ഞുകൊണ്ട് വന്നത് പരിശുദ്ധാത്മാവ് കേൾക്കുന്നു. ഇന്ന് നീ പറഞ്ഞുകൊണ്ട് വന്ന ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നു. ഇന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഇതല്ലേ? ഇന്ന് നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഇതല്ലേ? അത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് മറുപടിയായിട്ട് പറയുന്നു, ഇവിടെ ഇരുന്നുകൊണ്ട് നീ പിടിച്ചു കെട്ടുമെന്ന്, ഇവിടെ ഇരുന്നുകൊണ്ട് ചിലതിനെ നീ നിയന്ത്രിക്കുമെന്ന്, ഇവിടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന്. അത് വിശ്വസിക്കാൻ കഴിയുന്ന സഭ, ആമേൻ, അസൂയ ഇല്ലാത്തവർ കാരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു കാറിന് 3 പ്രധാന സംഭവമുണ്ട്. 3 പ്രധാനം. ബാക്കി എല്ലാം മറന്നാൽ ഇത് മറക്കരുത്. ഒന്ന് സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് ഇല്ലേ? സ്റ്റിയറിംഗ് എല്ലാവർക്കും കാർ ഓടിക്കാൻ പറ്റുമോ? എന്തിനാ സ്റ്റിയറിംഗ്? ഗൈഡ് ചെയ്യാനാണ്, നേരെ പോകാനാണ്, നേരെ പോകാനാണ്. 2, അതിനൊരു ആക്സിലേറ്റർ ഉണ്ട്. എന്താ ആക്സിലേറ്ററിൻ്റെ ജോലി? ഇതിനെ സ്പീഡിൽ വിടാനാ, ഇതിനെ ഓടിച്ച് ഇതിൻ്റെ അകത്തിൽ വർക്ക് ചെയ്യുന്ന ഹോഴ്സ് പവർ കൊണ്ട് ഈ കാറ് സ്പീഡിൽ പോകണമെങ്കിൽ ആക്സിലേറ്ററെ കാല് കൊടുക്കണം. വേണ്ടായോ? ഹലോ, 1 സ്റ്റിയറിംഗ് വേണം, 2 ആക്സിലേറ്റർ വേണം, 3 വേറെ സംഭവം ഇതിനകത്തുണ്ട്. അത് സ്റ്റോപ്പാണ്, ബ്രേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിലൊന്ന് ചവിട്ടണം. എന്തിനാണെന്നറിയാവോ? ചില അനർത്ഥങ്ങളൊന്ന് ഒഴിഞ്ഞു പോകാൻ, ചില അപകടങ്ങളൊന്നും ഒഴിഞ്ഞു പോകാൻ. ഇതാ പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൂത് പിടികിട്ടിയില്ല. ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ നേരെ നടത്താനാണ്. സ്റ്റിയറിംഗ് ആ പരിശുദ്ധാത്മാവ്.
ഓ ചില വഴിയിലൂടെ മാറിപ്പോകാൻ, ചില സ്ഥലത്തൂടെ മാറിപ്പോകാൻ നിന്നെ നിയന്ത്രിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇത് സ്റ്റിയറിംഗാ കുഞ്ഞെ, മോനെ, ഇത് സ്റ്റിയറിംഗാ കേട്ടോ, ഇത് സ്റ്റിയറിംഗാ. ഇന്ന് പകൽ ദൈവം നിന്നെ ഗൈഡ് ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഗൈഡ് ചെയ്യാൻ പോകുക. ആ സെക്കൻഡ് 21 ഇരിക്കുന്ന മോനോട് കർത്താവ് പറയുന്നു, നീ ചിലതിനെ നിയന്ത്രിക്കും, ദൈവം നിന്നെ നിയന്ത്രിക്കും. ചില വഴികൾ നിന്റെ മുമ്പിൽ ദൈവം തുറക്കും, ചില പാതകൾ ദൈവം ഓപ്പൺ ആക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില പാതകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. കണ്ടേ, നമ്മുടെ സ്പീഡ് കൂട്ടുന്ന ആക്സിലേറ്ററാ പരിശുദ്ധാത്മാവ്. ഞങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ലോ, ശരിയല്ലേ? അതോ ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങിയതിനേക്കാൾ ക്ഷീണിച്ചു പോയി? ഇല്ലല്ലോ, അതിനേക്കാൾ കൂടുതലല്ലേ ഇപ്പോൾ സ്തോത്രം വരുന്നത്. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ചുമ്മാ ഒന്ന് കൈയടിച്ച് നോക്കി, 5 മിനിറ്റ് കൊണ്ട് കൈയടി നിർത്തും. ഊപ്പാട് വരും നമ്മുടെ. സംശയമുണ്ട്, വീട്ടിൽ പോയി കൈയടിച്ച് നോക്കേ. ഇതിനകത്ത് ഈ അഭിഷേകം ഉള്ളതുകൊണ്ടാണ് ഈ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, നിങ്ങൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഇതിനകത്തൊരു കൃപയുള്ളതുകൊണ്ടാണ് കുഞ്ഞെ ഈ കൈയൊക്കെ അടിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇത് വീട്ടിൽ ഇരുന്നോണ്ട് വെറുതെ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമുള്ളത് കൊണ്ട് എന്ന് പകരം നീ കൈയടിച്ചവനെ ആരാധിക്കുന്നത്. റമന ശംദല രഗദന ഓ ശമന ഘടകദന. ആമ, ഇതിനകത്തൊരു സ്റ്റിയറിംഗ് ഉണ്ട്, ഇതിനൊരു ആക്സിലേറ്റർ ഉണ്ട്, മാത്രമല്ല ഇതിനൊരു ബ്രേക്ക് കൂടെ ഉണ്ട് കേട്ടോ. ഹലോ, പണ്ട് നമ്മൾ കൊച്ചിലെ പറയായിരുന്നല്ലോ, ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല. അതല്ല പരിശുദ്ധാത്മാവ്, അതല്ല പരിശുദ്ധാത്മാവ്. ബ്രേക്കാ. എന്തിനാണെന്നറിയോ? ചിലടത്ത് വരുമ്പോൾ ഒന്ന് ചവിട്ടി നിർത്തിയേക്കണം, ചിലടത്ത് വരുമ്പോൾ ഒന്ന് വഴി മാറ്റി വിട്ടേക്കണം, ചിലടത്ത് വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണം. അത് നിനക്കുള്ളതല്ല, അത് നിൻ്റെ അഭിഷേകം കളയുന്നതാണ്, അത് നിൻ്റെ കൃപ കളയുന്നതാണ്, അതിൻ്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. അവിടെ വരുമ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യണം, അവിടെ വരുമ്പോൾ ബ്രേക്ക് ചെയ്തേക്കണം. അതിനാ പരിശുദ്ധാത്മാവ് നിനക്ക് തന്നിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാവിലെ അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവസഭ ഇന്ന് രാവിലെ 1-ാമത്തെ ദിവസം തന്നെ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച്. Thank you Holy Spirit, thank you Jesus, hallelujah, സ്തോത്രം, hallelujah. ഞാൻ വേഗം വരാം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അപ്പോസ്തലന്മാർക്ക് കിട്ടിയെന്നുള്ള തെളിവ് എന്താ? ഒത്തിരി തെളിവുണ്ട്. എല്ലാ തെളിവും പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇനിയും വരുന്നവർക്കും പ്രസംഗിക്കാൻ വചനം വേണമല്ലോ. യേശു കർത്താവ് നടന്നു പോയപ്പം യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലത്തോട്ട്, അങ്ങനല്ലേ? അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്റ്റേ ആ ഭാഗം വായിക്കുമ്പോൾ. ഓ, ആയിരക്കണക്കിന് ആളുകൾ തൊട്ടുരുമി നടക്കുന്നെങ്കിലും ഒരു സ്ത്രീ വിശ്വാസത്തോടെ, എനിക്ക് ആ സ്ത്രീയെ ഞാൻ 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട്. അവൾ പറഞ്ഞു, ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ്, നോ മോർ ചാൻസ്. ഇനി ഒരു ചാൻസ് ഇല്ല. വൈദ്യന്മാർ അലേറിയൊന്ന് സഹിച്ചു, എല്ലാ വഴികളും അടഞ്ഞു. ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ്. ഇതുകൂടെ പരാജയപ്പെട്ടാൽ ഇനി മരണമല്ലാതെ എനിക്കൊരു വഴിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെ നല്ല ആഗ്രഹം എൻ്റെ ദൈവത്തിനറിയാം, നിൻ്റെ നല്ല ഹൃദയം എൻ്റെ ദൈവത്തിനറിയാം, നിൻ്റെ താല്പര്യം എൻ്റെ ദൈവത്തിനറിയാം, നിൻ്റെ താല്പര്യം എൻ്റെ ദൈവത്തിനറിയാം. കർത്താവ് ഇന്ന് പകലിൽ പ്രവർത്തിക്കാതിരിക്കത്തില്ല, കർത്താവ് ഇന്ന് പകലിൽ പ്രവർത്തിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ആ കറുത്ത ആമ, ആ ബ്ലാക്കോ ബ്ലൂവോ ഷോളിട്ട് ആ കൈ ഉയർത്തിക്കുന്ന പുറയിലത്തെ സഹോദരി ഒന്ന് എഴുന്നേറ്റുന്നേ. ആമ, അതിന് മുമ്പിരിക്കുന്ന ആള് ആമ ഒന്ന് എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. നീ എത്രയും ജമ്പ് ചെയ്യുന്നോ അത്രയും ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഇന്ന് പകൽക്കാലം നിന്റെ കരം, നിന്റെ വലത്തെ കൈ നിന്റെ തലയിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ നിന്നെ തന്നെ അനുഗ്രഹിക്ക്. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ. പിശാച് നിനക്കെതിരെ എഴുതി വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ആമേ, ചില റിപ്പോർട്ടുകൾ കണ്ട്, ചില എഴുത്തുകൾ കണ്ട്, ചില കുറിപ്പുകൾ കണ്ട് നീ മാനം മടുത്താണ് ഈ ആരാധനയ്ക്ക് വന്നത്. ഇന്ന് വലിയ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ അവന്റെ അഭിഷിക്ത ദാസന്മാരാ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ശമന രഗദന ഹസ്തര ദിഗൽക്കര ഭൗഷമന. വിശ്വസിക്കുന്ന എല്ലാവരും ശക്തിയോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പത്രോസ് പോയിരുന്ന വസ്ത്രത്തിന്റെ തൊങ്ങലൊന്നും ആരും തൊട്ടില്ല. നിഴല് വീണപ്പോൾ സൗഖ്യം ഉണ്ടായി. ഞാനും ബിജു സി എക്സ് പാസ്റ്ററും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ ആൾക്കാരെ കൊണ്ടുവന്ന് വഴി കടത്തിരിക്കുക കേട്ടോ പാസ്റ്ററേ. ആൾക്കാരെ ഈ റോഡിലൊക്കെ കൊണ്ട് കടത്തിരിക്കുക. എന്തിനാണെന്നറിയാവോ? ഈ ഷാഡോ വീഴാൻ, നിഴല് വീഴാൻ. കാരണം തൊടാനൊന്നും സമയമില്ല കേട്ടോ പാസ്റ്റർ, ഇനി തൊടാനൊന്നും സമയമില്ല. ഇനി ഷാഡോ മതി. അതൊരു അഭിഷേകമാ, അതൊരു ശക്തിയാ, അതൊരു ശക്തിയാ.
ഓ റബ കർത്താവിന്റെ ആത്മാവ് നിന്നെ നോക്കിയിട്ട് പറയുകയാ, ഓ നീ നടക്കുമ്പോൾ ഒരു രോഗശാന്തി ഉണ്ടാകുമെന്ന്, നീ നടക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുമെന്ന്. ഓ റബശന്തല. എല്ലാവരെയും കൈവെക്കാൻ ഇനി ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്നിരിക്കും, എല്ലാവർക്കും വേണ്ടി കൈവെക്കാൻ സമയം കിട്ടിയില്ലെന്നിരിക്കും. പക്ഷെ ജനം വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ആ ദൈവദാസൻ അതിലേക്കൂടെ പോയപ്പോൾ എനിക്ക് സൗഖ്യമുണ്ടായെന്ന്. ഓ ഷമാന. ഈ 21 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ആ ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഈ ശിരസിന്റെ മേൽ ഇറങ്ങി വരട്ടെ, ആ അഭിഷേകത്തിന്റെ വ്യാപാരം ഈ ദൈവദാസന്റെ തലയിൽ ഇറങ്ങി വരട്ടെ. ഓ റബശന്തല. താൻ നടക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്ന അസാധാരണമായ ദൈവപ്രവൃത്തി. 3, പൗലോസിന്റെ മേൽ കിടന്ന റൂമാലും ഉത്തരിയും ഒക്കെ കൊടുത്തു വിട്ടു. പൗലോസ് പറഞ്ഞു, എനിക്ക് അവിടെ വരെ ചെല്ലാൻ സമയമില്ല, നീ ഈ തുണി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതൊക്കെ ബൈബിളിലെ വാക്യല്ലേ? പൗലോസിന്റെ മേൽ കിടന്ന റൂമാലും ഉത്തരിയും കൊടുത്തു വിട്ടു, കിട്ടിയവർക്കെല്ലാം സൗഖ്യം ഉണ്ടായി. അല്ല, ഇതൊന്നും ആചാരമോ അനാചാരമോ ആയിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് മാത്രം കണ്ടാൽ മതി. എന്തിനാ ഇത് പറയുന്നറിയാമോ? നിന്റെ തലയിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ ശിരസിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം കേട്ടോ. നിന്റെ തിരസിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. ആമേൻ. ഇന്ന് പകൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് പകൽ അത് വ്യാപരിക്കട്ടെ. ആമേൻ. റീഖമ ശാന്തല രഗദന അടഗമന ഹസ്തര ദഗൽഖര. ആമേൻ. ഉറക്ക കർത്താവിന് സ്തോത്രം പറഞ്ഞ് യേശുവിൻ്റെ രക്തം ജയമെന്ന് പറഞ്ഞ്, യേശുവിൻ്റെ രക്തം ജയമെന്ന് പറഞ്ഞ്. കുഞ്ഞെ, നിന്നെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റത്തില്ല, നിന്നെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല, നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ അത്യന്ത ശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുക. ഓ, ഈ ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കുക. നിന്നെ ദൈവം ഒരു പുതിയ ആളാക്കി മാറ്റുക. ദൈവം നിന്റെ മേൽ ഒരു പുതിയ നിറവ് പകരുക. ദൈവം നിന്നെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുക യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഒരു പുതിയ തേജസ്സോടെ പോകണം, ഒരു പുതിയ കൃപയോട് പോകണം. കർത്താവേ, അവളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം പകരണം. അവളിൽ വ്യാപരിക്കുന്ന ആമേൻ, അവളെ തകർക്കാൻ വ്യാപരിക്കുന്ന തിന്മയുടെ ശക്തിയുടെ മേൽ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ജയമെടുക്കുന്നു, മുദ്ര വെച്ചയക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവേ, നീ അങ്ങനെ ചെയ്യണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആമേൻ. എന്തിനാ ആമേൻ ശക്തി? ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? ശക്തി കിട്ടും. ദൈവങ്ങളെ, ഈ വചനം ഇങ്ങനെയൊക്കെയാണെങ്കിൽ വചനം അതുപോലെ വിശ്വസിക്കണം. എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഭൂമിയെ സൃഷ്ടിക്കാൻ വചനമാണ് അയച്ചതെങ്കിൽ ആ വചനം അതുപോലെ സംഭവിക്കും, ആ വചനം അതുപോലെ നിവർത്തിക്കും. അവൻ പറഞ്ഞ ഒരു വാക്കും വെറുതെ വായി പോകത്തില്ല. അവൻ്റെ വായിൽ നിന്ന് വന്ന വചനമൊന്നും വെറുതെ ആയി പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കർത്താവിന് സ്തോത്രം ചെയ്യണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലാണ് തൊട്ടത്, അപ്പോസ്തലന്മാരുടെ നിഴലാണ് വീണത്. അല്ല, പൗലോസിന് മേൽ കിടന്ന റൂമാൽ ഉത്തരിയവും കൊണ്ടിട്ടെങ്കിൽ സൗഖ്യം വന്നെങ്കിൽ ഇന്ന് പകലിൽ ആ അനോയിന്റിങ്ങിലേക്ക് ദൈവം ചെല്ല ഈ സഭയിൽ നിന്ന് വേർതിരിക്കട്ടെ. ആ അനോയിന്റിങ്ങിലേക്ക് ഇവിടെ നിന്ന് കുറെ പേരെ ദൈവം വേർതിരിക്കട്ടെ. ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ ഇന്റേണൽ വർക്കുണ്ട്. ഇതുവരെ നമ്മൾ എക്സ്റ്റേണൽ വർക്കാണ്. എത്രത്തോളം പറഞ്ഞു തീർക്കാമെന്ന് എനിക്കറിയത്തില്ല, ബാക്കി പിന്നാലെ ഞാൻ പറയാം. ഒരു ഇന്റേണൽ വർക്കുണ്ട്, അകത്തൊരു പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഗൂഗിൾ, സഫാരി, ചാറ്റ് GPT, ആമേൻ എന്നൊക്കെ പറയുന്നത് സെർച്ച് എഞ്ചിനുകളാണ്. സെർച്ച് എഞ്ചിനുകളാണ് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ എന്തോ ചോദിച്ചാലും പിള്ളേർ ആ ഗൂഗിളിൽ നോക്കട്ടെ എന്ന് പറയും. എന്താ സെർച്ച് എഞ്ചിനാ. ആമേൻ. ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന, ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏത് കാര്യവും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തരാനാണ് ഗൂഗിളും യാഹുവും സഫാരിയും ചാറ്റ് GPT ഒക്കെ ഉള്ളത്. എന്നാൽ അതിനെ വെല്ലുന്ന വേറൊരു സെർച്ച് എഞ്ചിനുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ പോകുകയാ. 1 കൊരിന്ത്യർ ലേഖനം എടുത്തേ. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യം. അത് സെർച്ച് എഞ്ചിനാണ്. ആമേൻ. കണ്ടുപിടിച്ച് തരുന്നതാണ്. വായിച്ചോ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹലോ, എന്ന് നിർത്തണേ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. എന്തോ വെളിപ്പെടുത്തി? 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ഒന്ന് ഉറക്കെ പറയുന്നേ. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കേട്ടോ. നിന്റെ ശത്രുവിന് പോലും തോന്നാത്തത് സിസ്റ്ററെ കർത്താവ് ആമേ ദൈവദാസി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ശത്രു പോലും കാണാത്ത ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ല അത് കേട്ടോ, ഒരു ചെവി കേട്ടിട്ടില്ല അത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ അകത്ത് അതിന് വെളിപ്പാടുണ്ട്. എങ്ങനെ മനസ്സിലായത്? 2-ന്റെ 10-ാമത്തെ വാക്യം. നമുക്കോ
എല്ലാരും പറഞ്ഞേ നമുക്കോ, ഉറക്കെ പറഞ്ഞേ നമുക്കോ. ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ചിലത് വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് സെർച്ച് എഞ്ചിനാണ്. അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ചിലത് പുറത്തു കൊണ്ടുവരുന്ന ആത്മാവാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാ, നിന്റെ തലമേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം ഉണ്ടല്ലോ, ചിലത് വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. ഓ ശക്തിയുള്ള കർത്താവിനെ സ്തുതിച്ചു, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് ദൈവം വെളിപ്പെടുത്തി തരുമെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനും പ്രവാചകയും പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയാ. എന്താ തെളിവ്? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ തലമുറയെ കുറിച്ച് ദൈവം നിന്നോട് സംസാരിക്കും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ചിലത് വെളിപ്പെടുത്തി തരും. ഓ ഹല്ലേലൂയ. നീ മുട്ടുമേ നിന്നൊന്ന് കരഞ്ഞേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായി മുട്ട നിൽക്കാം. പാസ്റ്റർ താങ്ക് യു, അത് ചെയ്തതിന് പ്രത്യേകം നന്ദി. ഞാൻ പണ്ട് ഞങ്ങളുടെ ചർച്ച ചെയ്യിക്കാൻ, ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന ചലച്ചിലെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട നിർത്തി പ്രാർത്ഥിക്കും. അത് ഭയങ്കര പവറാണ് കേട്ടോ. സമയമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രശ്നം കാലിനൊക്കെ ഇല്ലെങ്കിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഭയങ്കര പവറാ. ഞാനൊരു കാര്യം പറയാം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തും. ഇനി വെളിപ്പെടുത്തുന്നത് പറഞ്ഞത് മാത്രമല്ല, അതിനകത്തൊരു പദപ്രയോഗമുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 2:10 വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പദപ്രയോഗമാണ്. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ദ ഡീപ് തിങ്സ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ ഡീപ് തിങ്സ് കണ്ടെത്താൻ ആർക്ക് പറ്റും? നിനക്ക് മനസ്സിലായില്ല? ദൈവത്തിന്റെ ഡീപ് തിങ്സ് കണ്ടെത്താൻ ആർക്ക് പറ്റും? പരിശുദ്ധാത്മാവിന് പറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുകയാ, ആ ഡീപ് തിങ്സ് ഇല്ലേ, മറഞ്ഞിരിക്കുന്ന ചില കാര്യമില്ലേ, മറഞ്ഞിരിക്കുന്ന ചിലതില്ലേ, അത് ദൈവം വെളിപ്പെടുത്തി തരും. അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അത് നിന്റെ തലമുറയെ കുറിച്ചാകാം, അത് നിന്റെ സഭയെ കുറിച്ചാകാം, അല്ല നിന്റെ പട്ടണത്തെ കുറിച്ചാകാം, നിനക്കെതിരായി വരുന്ന പൈശാചിക ലോകത്തെ കുറിച്ചാകാം. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. ഇന്റേണൽ വർക്കാ പരിശുദ്ധാത്മാവിന്റെ. ഇന്ന് അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ദാവീദിന് ഒരു കരടി സിംഹമൊക്കെ വന്നാണ് പേപ്പർ കീറുന്ന പോലെ വലിച്ചു കീറാൻ പറ്റിയില്ലേ? ഞാനിങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ? ഒരു അലങ്കാര ഭാഷയിലങ്ങ് പറയുന്നില്ല. ഒരു പേപ്പർ ഇങ്ങനെ കീറുന്ന പോലൊക്കെ ഉള്ളു പുള്ളിക്ക് ഒരു കരടിയ സിംഹത്തെയൊക്കെ കയറാൻ. പക്ഷെ രാവിലെ മുതൽ വെല്ലുവിളിക്കുന്നൊരു ഗോലിയാത്തുണ്ട്. ഹല്ലേലൂയ. വിശ്വാസിയോട് ഞാൻ പറയാം, നിന്റെ മൈൻഡിനകത്ത് കയറിയിരിക്കുന്ന ഗോലിയാത്തുണ്ടല്ലോ, ഇംപ്യുവർ തോട്ട്സ് ആകാം, നിന്റെ ആത്മീയത്തെ തകർക്കുന്ന ശക്തിയാകാം, ബിറ്ററിന് കയ്പാകാം, പകയാകാം, അൺഫോർഗിവിംഗ് നേച്ചർ ആകാം. അത് രാവിലെ മുതൽ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക. നീ സ്തോത്രം പറയുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നുണ്ട്. എവിടെ? മൈൻഡിനകത്ത്. അതിനെ പിടിച്ചു കെട്ടാൻ ഇന്ന് രാവിലെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം തന്നെ മനസ്സിനകത്തൊരു ശുദ്ധീകരണം നടക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനകത്തൊരു ശുദ്ധീകരണം നടക്കട്ടെ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസനി ശക്തിയുള്ളതത്രേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ എന്ന് വെച്ചാൽ ഇമാജിനേഷൻ. ഇപ്പൊ ഇവിടുന്ന് ഇമാജിൻ ചെയ്യുക, ഇപ്പൊ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനകത്ത് പിശാച് കൊണ്ടെന്ന് ഗോലിയാത്തിനെ നിർത്തിയിരിക്കുക. സങ്കല്പിക്കുന്ന ആമേ ശക്തി, ആമേ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയാൻ ഒരാത്മാവിന്റെ വ്യാപാരം എന്റെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേ ശക്തിയോട് ഇന്ന് രാവിലെ സമയം നമ്മുടെ മനസ്സിനകത്ത് നിൽക്കുന്ന ഗോലിയാത്തുണ്ടല്ലോ, നമ്മുടെ മനസ്സിനകത്ത് വെല്ലുവിളിക്കുന്ന ആ പവർ ഓഫ് ദ ഗോലിയാത്ത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ബൈബിൾ പറയുന്ന ശിംശോൻ, ഞാനെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ചിത്രത്തിലേക്ക് വരിക. ബൈബിൾ പറയുന്ന ശിംശോൻ
ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയുള്ള മനുഷ്യൻ മോസസ് ആയിരുന്നു. ഏറ്റവും വലിയ ജ്ഞാനത്തിൻ്റെ മനുഷ്യൻ ശലോമോനായിരുന്നു. ഏറ്റവും വലിയ ശക്തിയുടെ പ്രദർശനം ഷിംഷോനായിരുന്നു. മറക്കരുത് 3 കാര്യങ്ങൾ. ലീഡർഷിപ്പിനെ ഇന്ന് ലോകം പോലും പഠിപ്പിക്കുന്ന, സെക്കുലർ വേൾഡ് പോലും പഠിപ്പിക്കുന്ന ക്യാരക്ടർ മോസസ് ആണ്. ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് പറയുന്നത് ശലോമോനാണ്. ശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനം എന്ന് പറയുന്നത് സാംസനാണ്. ഇനി എനിക്കൊരു ചോദ്യമുണ്ട്. സാംസനെ ദൈവം കൊടുക്കുമ്പോൾ സാംസനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പനോടും അമ്മയോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ്റെ തലയിൽ എന്ത് ചെയ്യരുത്? ക്ഷൗരക്കത്തി തൊടരുത്. ഇവൻ്റെ തലയിൽ 7 ജടയുണ്ട്. 7 ലോക്സ് ഓഫ് ഹെയർ എന്നാണ്. 7 ലോക്കുള്ള ഹെയർ ആണ് ഇവൻ്റെ തലയിലുള്ളത്. അതേ തൊടരുത്. കാരണം എന്താണെന്നറിയാമോ? ഇവനെ ഞാൻ പ്രത്യേകമായി നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ ഞാനൊരു ചോദ്യം ഇന്ന് ഒരു കാലം ചോദിക്കാൻ പോവുക. എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. മുടിക്കാത്താണോ ശക്തി? ഇത്രയും നേരം സ്വോത്രവും അല്ലേലിയായും പ്രൈസ്തലോടും ആമേനും അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സകല കൃപയും ഒറ്റ ചോദ്യത്തിനുള്ളിൽ പോയി. കാരണം ഈ പാസ്റ്റർ കുഴയ്ക്കാൻ പോവുകയാണെന്നാണ് നിങ്ങളുടെ ചിന്ത. കുഴയ്ക്കത്തില്ല. സത്യം പറയാൻ വേണ്ടിയാ. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. സാംസൺ എന്തിനാ 7 ലോക്സ് കൊടുത്തത്? 7 ലോക്സ്, ആ ഹെയറിൻ്റെ 7 ലോക്സ് കൊടുത്തത് അത് സമർപ്പണത്തിൻ്റെ അടയാളമാണ്. അവനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അടയാളമാണ്. അവൻ്റെ അപ്പനോടും അമ്മയോടും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അടയാളമായിട്ട് അവന് കൊടുത്തിരിക്കുകയാണിത്. നിന്റെ സമർപ്പണം എന്ന് പോകും? ഇതെപ്പോൾ നീ കട്ട് ചെയ്യുമോ അന്ന് നിന്റെ സമർപ്പണം പോകും. പിന്നെന്തിന് 7 എണ്ണം കൊടുത്തത്? അതിനൊരു കാരണമുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഞാൻ ആ വാക്യം നിങ്ങളോടൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. വെളിപ്പാട് പുസ്തകത്തിലെ 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ആ കുഞ്ഞാട് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. നിങ്ങൾ മറക്കരുത്. 7 ഹോളി സ്പിരിറ്റിനെ കാണിക്കുന്നതാണ് അവിടെ. 7 ദൈവാത്മാക്കളായ 7 കണ്ണ്. അത് ആരുടെ? കുഞ്ഞാടിൻ്റെ ശിരസിന്മേൽ കാണുന്നു. മറക്കരുത്. സാംസൺ കൊടുത്തത് സിമ്പലാണ്. സാംസൺ കൊടുത്ത സിമ്പല് അവൻ എപ്പോഴത് കട്ട് ചെയ്യുമോ അപ്പോൾ അത് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അവൻ്റെ ഡെഡിക്കേഷൻ പോകുന്നത് കൊണ്ടാണ്. അവനോടുള്ള ദൈവത്തിൻ്റെ പ്ലഡ്ജ് അവിടെ തീരുകയാണ്. അവനോടുള്ള അപ്പനോടും അമ്മയോടുമുള്ള വാഗ്ദത്തം തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. 7 എന്തിനെ കാണിക്കുന്നു? യെശയ്യാവ് 11:1 പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രത്യേകതയോടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ഇത് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ഇത് യഹോവ ഭക്തിയുടെ ആത്മാവാണ്, ഇത് വിവേകത്തിൻ്റെ ആത്മാവാണ് ഇന്ന് ശിരസിന്മേൽ പകർന്നിരിക്കുന്നത്. ആ 7 പ്രത്യേകതയുള്ള ആത്മാവാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ആ 7 ജടകൾ പോലെ 7 പ്രത്യേകതയുള്ള ആത്മാവാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ തിരിച്ചു പറയാം, ജടയ്ക്കകത്തല്ല ശക്തി, അത് സമർപ്പണത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ശക്തി എവിടാണെന്ന് നിങ്ങൾ കേട്ടോ? വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വേഗത്തിൽ പോകണമല്ലോ. ന്യായാധിപന്മാർ 13:25 സേരയ്ക്കും എസ്തോദിലും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കേട്ടില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. യഹോവയുടെ ആത്മാവ് 14:6 അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. 14:19 പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. 15:14 അവൻ ലേഖിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കുഞ്ഞെ, ശക്തി എവിടാണെന്നറിയാമോ? നിന്റെ സമർപ്പണത്തിനകത്ത് പകരപ്പെടുന്ന ആത്മാവിലാണ് ശക്തി. എല്ലാവർക്കും പിടികിട്ടിയില്ല? ഒന്നുകൂടെ ഞാൻ പറയാ. നിന്റെ സമർപ്പണമില്ലേ? നിന്റെ വിധേയത്വമില്ലേ? നിന്നോട് ദൈവം പറഞ്ഞൊരു പ്രോമിസ് ഇല്ലേ? അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പാടണം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. ഹല്ലേലൂയ. ഇത് വല്ലതും മനസ്സിലാകുന്നു എനിക്കും വിഷമമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അവൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമായിട്ടാണ് 7 ജട കൊടുത്തത്, 7 ലോക്സ് ഓഫ് ഹെയർ കൊടുത്തത്. എന്നാൽ അവൻ്റെ മേൽ വ്യാപരിച്ചൊരു ആത്മശക്തിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ശിംശോനെ കാലും കയ്യുമൊക്കെ കെട്ടി, അല്ലെങ്കിൽ ചരണം കൊണ്ട് ബന്ധിച്ച്, ചരട് കൊണ്ട് ബന്ധിച്ച്, ചരടെന്നൊക്കെയാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നെങ്കിലും റോപ്പ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ബന്ധിച്ചുകൊണ്ടെന്ന് ഫെലിസ്ത്യരുടെ മുമ്പിലിട്ടു. ഫെലിസ്ത്യർ വന്നത് കണ്ടപ്പോൾ ഒരു ചണനൂല് കത്തുന്നത് പോലെ ഇത് കത്തി എരിഞ്ഞു പോയി. എന്താ എന്നറിയാമോ? അകത്തൊരു നിറവ് വ്യാപരിക്കുന്നുണ്ട്, അകത്തൊരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്, അകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകരം ഞാൻ ഒരു ആത്മാവിൽ ദൂത് പറയാ. നിന്നെ കെട്ടി എവിടെ കൊണ്ടിട്ടാലും നീ എഴുന്നേറ്റ് വരും. കാരണം പറയാം, എന്റെ അകത്തൊരു ആത്മശക്തി ഉണ്ട്, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. അവന്റെ കയ്യിലുള്ള ബന്ധനങ്ങൾ ദ്രവിച്ചു പോയെന്ന, അവന്റെ കയ്യിലുള്ള കെട്ടുകൾ ദ്രവിച്ചു പോയെന്ന. ഇന്ന് ചില കെട്ടുകൾ ദ്രവിച്ചു പോകട്ടെ, ചില കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. പാരമ്പര്യമായി നിന്നെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളുണ്ട്.
ഉണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ചാണനൂൽ പോലെ കത്തി എരിഞ്ഞു മാറുന്ന ഒരഭിഷേകം ഈ ഹോളിൽ വ്യാപരിക്കട്ടെ. ശമന രഗതന ഹസ്തര രഗൽഖര ഭൗഷമന. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്യൂച്ചർ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു ഔട്ട്വേർഡ് ആയിട്ടുണ്ട്, രണ്ട് ഇൻവേർഡ് ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. എന്താ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട്, സ്തോത്രം, പാപത്തിൻ്റെ ശിക്ഷയിൽ ദൈവം നമുക്ക് വിടുതൽ തന്നു ഇല്ലേ? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്തോത്രം. ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുകയാണ്. പാപത്തിൻ്റെ ശക്തിയോടെ നമ്മൾ പോരാടി ജീവിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം നമ്മൾ മരിക്കും, അല്ലെങ്കിൽ യേശു മടങ്ങി വരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ യേശു മടങ്ങി വരും. നമ്മുടെ ഈ മർത്യ ശരീരം മണ്ണിൽ ചേരും. മറക്കരുത്, ഈ മർത്യ ശരീരം മണ്ണിൽ ചേരും. എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും, എത്ര സമ്പത്തുള്ളവനാണെങ്കിലും ഒരു ദിവസം ഈ മണ്ണിനോട് ചേരും. പേടിക്കേണ്ട കാര്യമില്ല. റോമർ 8:11 ഇനിയും വായിക്കാനാണ് ഞാൻ മുമ്പേ വായിക്കാതെ വെച്ചിരുന്നത്. ആ വാക്യം നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റോമർ 8:11 യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് ഗ്യാരണ്ടിയാണ്, വാറന്റിയാണ്, അഡ്വാൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് അഡ്വാൻസ് ആണ്. ഗ്യാരണ്ടിയാണ്. എന്തിൻ്റെ ഗ്യാരണ്ടി? മരിച്ചു മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളതിൻ്റെ തെളിവ് പറയുകയാണ്, പ്രൂഫ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് വ്യാപരിച്ചത് ആത്മാവായിരുന്നെങ്കിൽ അതേ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവനോടുകൂടെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അവനിൽ ഈ പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഈ ഹോളിലുണ്ട്? അവർ ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്, ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്, നമ്മുടെ ഫ്യൂച്ചർ റിസറക്ഷനെ നമ്മൾ കാണുകയാണ്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം നമ്മൾ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ സമയം പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നാം ഒരു ദിവസം മരിക്കും, നമ്മൾ മൺമറയും, നമ്മൾ മണ്ണിനോട് ചേരും. എന്നാൽ നമുക്ക് ഭാരമില്ല. കാരണം പറയാം, കാഹളം കേൾക്കുമ്പോൾ ഈ മണ്ണിനെ വിട്ട് നമ്മൾ വീട്ടിലേക്ക് പറന്നുയരുന്നതിൻ്റെ കാരണം അന്ന് വ്യാപരിക്കുന്ന ഒരു ആത്മനിറവുണ്ട്, അന്ന് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞ ദൈവമക്കളെ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. ഉറക്കെ ഒന്ന് പാടിക്കേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. സ്തോത്രം. വേഗം പറഞ്ഞിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം. ഒന്നീ മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പറയാം. ഈ സ്പേസ് ഷട്ടിലുകളൊക്കെ നിങ്ങൾ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് പോകുന്നത്? ഇതിനകത്തിലൊക്കെ ഇന്ധനമൊക്കെ നിറച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് കത്തി മാറണം, റിലീസ് ചെയ്യപ്പെടണം. അതിനുശേഷമാണ് 1000 മൈലുകൾ താണ്ടി ഇത് സ്പേസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. സ്തോത്രം. ആ ഓരോ സ്പേസ് ഷട്ടിലും അങ്ങനെ ഒരു ക്രമീകരണമുണ്ട്. സ്തോത്രം. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളെങ്ങനെ പോകുന്നതെന്നറിയാമോ? വിതിൻ ടിംഗ്ലിങ് ഓഫ് ആൻ ഐ എന്നാ. സ്തോത്രം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് നോക്കിക്കേ. ഒന്ന് കണ്ണടച്ച് തുറക്കാന്ന് പറയുന്നത് 1 സെക്കൻഡിൻ്റെ 1000-1 അയ്യോ, ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നില്ലെന്ന് തോന്നുന്നു. 1 സെക്കൻഡിൻ്റെ 1000-1 മോനീസ് ജോർജ് ഇവിടെ നിന്ന് നിത്യതയിൽ പറന്നു ചെല്ലുവെന്ന്. എന്തൊരു വലിയ സന്തോഷമാണ് ദൈവമക്കളെ, എന്തൊരു വലിയ ആനന്ദമാ. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നമ്മൾ അവിടെ ചെല്ലുന്നത് എത്ര സമയത്തിനുള്ളിലാണെന്നറിയാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് വല്ലോ അറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് വല്ലോ അറിയാവോ? മണ്ണിൽ ലയിച്ചു പോയ, ഈ മണ്ണിൽ അമർന്നു പോയ എൻ്റെ ബോഡിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തേജസ്സിൻ്റെ ശരീരമുള്ളതാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി ഒറ്റ സെക്കൻഡിൻ്റെ 1000-1 കൊണ്ട് എന്നെ നിത്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അത് ഈ ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ ഹോളിൽ നിന്ന് പകൽക്കാലം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഇന്ന് രാവിലെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണമേ. നാം ഇവിടുത്തുകാരല്ല ദൈവമക്കളെ, നാം ഇവിടേക്കുള്ളവരല്ല, നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഉള്ളവരല്ല. നമ്മുടെ വീട് സ്വർഗത്തിലാണ്, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഉള്ളവരാണ്. വിശ്വസിക്കുന്ന സഭ കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യേശു നമ്മുടെ കുറിവാക്യം എന്തായിരുന്നു? ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ഓക്കെ, എന്തുകൊണ്ട് പോയി? ആത്മാവിന്റെ ശക്തിയോട്. ഓക്കെ, കണക്ട് ചെയ്യാം. സമയം തരുന്നല്ലോ. യേശു എങ്ങനെയാണ് ജനിച്ചത്? ലൂക്കോസ് 1:35. ക്ഷീണിച്ചില്ല ആരും ഇല്ലല്ലോ? പരിശുദ്ധാത്മാവ്. ലൂക്കോസ് 1:35 എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നേടും. അപ്പം മറിയയുടെ ഉള്ളിൽ യേശു ജനിച്ചത് എങ്ങനായിരുന്നു? പരിശുദ്ധാത്മാവിനാൽ.
4:1. ലൂക്കോസ് 4:1. വേഗം വായിച്ചേ മോനെ. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഹലോ അച്ഛാ, ജനിച്ചവർക്കൊക്കെ ഒരു നിറവ് വേണം കേട്ടോ. കണ്ടോ, ഉള്ള കുറവ് പോയണ്ടോ? സോദരം 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 സോദരം. ജനിച്ചവർക്കെല്ലാം ഒരു നിറവ് വേണം. യേശു കർത്താവിനും അത് വേണമായിരുന്നു. യേശു കർത്താവ് അത് പ്രാപിച്ചു. എവിടെ വെച്ച് അത് പ്രാപിച്ചെന്നറിയാവോ? യോർദാനിൽ യോഹന്നാൻ്റെ കയ്യിൽ സ്നാനമേറ്റ് കയറുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേലെ ഇറങ്ങി വന്നു. ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പുള്ളികളോട് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. വചനമല്ലേ ഇത്? യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാണെങ്കിലും 30-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി വന്നു. സഭയോട് ഞാൻ പറയുന്നു, ഇതുവരെ ആത്മസ്നാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ജനിച്ചത് കറക്റ്റാ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കറക്റ്റാ, നിങ്ങൾ ബോൺ അഗെയിനാ കറക്റ്റാ, പക്ഷെ മറക്കരുത്, ഒരു നിറവ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ നിറവ് കർത്താവ് ഈ ദിവസങ്ങളിൽ പകരും. അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. പക്ഷേ ഇവിടെ ആരെയും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ വചനം പറയേണ്ടത് കൊണ്ട് ഞാനങ്ങ് വിളിച്ചു പറയുന്നു, ഒരു നിറവ് നമുക്ക് വേണം കേട്ടോ. ഈ നിറവിനൊരു പ്രത്യേകതയുണ്ട്. നിറവിൻ്റെ പ്രത്യേകത ഞാൻ ഉദാഹരണം പറയാം. ഒരു ബക്കറ്റിനകത്തിലൂടെ വെള്ളം കോരി അടച്ചു വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയാൽ കുറഞ്ഞത് പകുതിയെങ്കിലും കുറഞ്ഞിരിക്കും. എങ്ങനെയാ കുറഞ്ഞത്? ആരും കോരിക്കൊണ്ട് പോയതല്ല, ആരും എടുത്തുകൊണ്ട് പോയതല്ല. അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയതാ, നീരാവിയായി പോയതാ. കുഞ്ഞെ, എല്ലാ വർഷവും എല്ലാ ദിവസവും ഒരു നിറവ് വേണം കേട്ടോ. രാവിലെ മുട്ടുമേൽ ഇരുന്നിട്ട് പറയണം, കർത്താവേ ഇന്ന് തന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പറയണം. ഒരു പുതിയ നിറവ് നിനക്ക് ആവശ്യമുണ്ട്. അതിനാ സ്തോത്രം പറയണമെന്ന് ഞങ്ങൾ പറയുന്നത്, അതിനാ പാടണമെന്ന് ഞങ്ങൾ പറയുന്നത്, അതിനെ ആരാധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? എന്നും നമുക്കൊരു നിറവ് വേണം ദൈവവൈദ്യരെ. ഇത് കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപിച്ച നാളുകളിലെ ചെറിയ അനുഭവത്തിൽ ഇരിക്കാനല്ല, ഇന്ന് നമുക്കൊരു നിറവ് വേണം. നമുക്ക് കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവേ ഒന്ന് പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. യേശു ജനിച്ചത് ആത്മാവിനാൽ. വേഗം പറയാം, യേശു ജനിച്ചത് ആത്മാവിനാൽ. യേശു ആത്മാവിന്റെ നിറവ്. അപ്പൊ ഇത് രണ്ടിന് ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? സ്നാനം നടന്നു. ഹലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? 1:35, 4:1. രണ്ടിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? യേശു സ്നാനപ്പെട്ടു. ഇനി 4:14 നമ്മുടെ കുറിവാക്യം. അപ്പൊ യേശു ആത്മാവിന്റെ ആ വേടുകളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. 1 ജനനം, 2 നിറവ്, 3-ാമത്തെ എന്താ എഴുതിയിരിക്കുന്നത്? ശക്തി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നിറവിന് ശക്തിക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? അതാ ഉപവാസം. യേശു 40 ദിവസം ഉപവാസത്തിലായിരുന്നു, ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തി കിട്ടണമെങ്കിൽ നിറവ് പ്രാപിച്ചെന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ശക്തി കിട്ടണമെങ്കിൽ, പൈശാചിക ലോകത്തോട് നിനക്ക് എതിർക്കണമെങ്കിൽ, അന്ധകാര ലോകത്തോട് നിനക്ക് എതിർക്കണമെങ്കിൽ ഒരു ശക്തി നിനക്ക് ആവശ്യമുണ്ട്. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ പോയി. ഇന്ന് പകൽ ആ ശക്തി ഹോളിലൊന്ന് വ്യാപരിക്കട്ടെ. ജനനം മാത്രം പോരാ, നിറവ് മാത്രം പോരാ, ആ ശക്തി കൂടെ നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സന്തോഷത്തോടെ. ഇനി യേശു ആത്മാവിന് ശക്തിയോടുകൂടെ പോയത് കൊണ്ട് എന്താ സംഭവിച്ചെന്ന് 2-3 കാര്യം ഞാൻ വേഗം പറയാം. ലൂക്കോസ് 4-ലേക്ക് ഒന്ന് വേഗത്തിൽ മടങ്ങി വന്ന് ലൂക്കോസ് 4:4 അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 4:14 അവന്റെ ശ്രുതി ദേശമൊക്കെ പരന്നു. ഒരു പബ്ലിസിറ്റി വേണ്ട, ഒരു മീഡിയ വേണ്ട. അവന്റെ മിനിസ്ട്രിയുടെ സക്സസ് എന്ന് പറയുന്നത് അവന്റെ മേൽ പകർന്ന ആത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് രാവിലെ സമയം വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഈ ചർച്ചിനകത്ത് ഒരു അഭിഷേകം പകരുന്നുണ്ടെങ്കിൽ ആളുകൾ പറയാൻ തുടങ്ങി ഇവിടെ ചെന്ന എന്തെങ്കിലും നടക്കുമെന്ന്. എനിക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയാവും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്, ഭയങ്കര ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നല്ല സാധനമാണ്, അതിൻ്റെ ക്വാളിറ്റി ഇതാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി ഇതാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ TV-ക്കകത്തിലൂടെ ഇങ്ങനെ പരസ്യങ്ങൾ വരും. ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ മനസ്സിനെ അവർ കീഴടക്കുക, നമ്മുടെ മനസ്സിനെ അവർ കമ്പൽ ചെയ്യുക. എന്നാൽ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രസിദ്ധമായ സംഭവം എന്താണെന്ന് അറിയാമോ? WOM എന്നാണ് പറയുന്നത്. എന്താ WOM എന്ന് പറഞ്ഞാൽ? വേർഡ് ഓഫ് മൗത്ത് എന്നാണ്. വേർഡ് ഓഫ് മൗത്ത്. സാരമില്ല. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം ഉപയോഗിച്ചിട്ട് അടുത്ത എൻ്റെ പാസ്റ്ററോട് എന്നിട്ട് പറയുക, പാസ്റ്റർ ഈ സാധനം നല്ലതാ. ഞാനൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിച്ചിട്ട് ഞാൻ പാസ്റ്ററോട് പറയുക, ആ കടയിലെ സാധനം നല്ലതാ. വേർഡ് ഓഫ് മൗത്ത് ആണ്. വാക്കുകളിലൂടെ വ്യാപരിക്കുക. അതാ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ഇന്ന് രാവിലെ ദൈവമക്കളോട് പറയാം. ഇവിടെ വന്ന് പ്രാപിച്ചേച്ച് പോകുന്നവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയും, ഇവിടെ ചെന്നാൽ എന്തോന്ന് നടക്കുമെന്ന്, ഇവിടെ വന്നാൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന്, ഇവിടെ വന്നാൽ സംഭവിക്കുമെന്ന്. ആ വേർഡ് ഓഫ് മൗത്തിലൂടെ വലിയ പബ്ലിസിറ്റി ഉണ്ടാകുമെന്ന്, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യേശുവിൻ്റെ ശ്രുതി പരന്നതിൻ്റെ കാരണം, ഹല്ലേലൂയ,
ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ഒന്നും അറിയത്തില്ല. യേശുവിൻ്റെ സ്തുതി പരന്നതിൻ്റെ കാരണം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. യേശുവിൻ്റെ സ്തുതി പരന്നതിൻ്റെ കാരണം പുറത്തോട്ട് പോയ ആളുകൾ പറയാൻ തുടങ്ങി, ഇവൻ്റെ അടുക്ക ചെന്നാൽ സൗഖ്യമുണ്ട്, ഇവൻ്റെ അടുക്ക ചെന്നാൽ വിടുതലുണ്ട്. നിങ്ങളുടെ സഭയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങണം. ആമേൻ. ഡെലിവറൻസ് ചർച്ചിനകത്ത് ഡെലിവറൻസ് നടക്കുന്നുണ്ട്. ഡെലിവറൻസ് ചർച്ചിനകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നു. ആത്മശക്തിയുടെ പോയോണ്ട് എന്ത് സംഭവിച്ചു? 4:15 മോനെ വായിച്ച വേഗത്തിൽ. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അയ്യോ, എല്ലാവരും യേശുവിനെ പ്രശംസിച്ചു. എന്താ കാര്യം? പ്രസംഗിച്ചത് ആത്മശക്തിയോടാ. അവനവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അതിന് കാരണമുണ്ട്. അന്നത്തെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അന്നത്തെ സ്ക്രൈബ്സിൻ്റെ ഒക്കെ പ്രസംഗമുണ്ട്. സ്തോത്രം. അതിങ്ങനെ പഴയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക. യേശു കർത്താവ് പറയുന്നു, ഫെമിലിയർ വേഴ്സ് ബട്ട് ന്യൂ റെവലേഷൻ, ഒരു പുതിയ വെളിപ്പാട്. ഇന്ന് വരെ കേട്ടിട്ടുള്ള വചനമാണ്, പക്ഷെ അതിനകത്തൊരു പുതിയ വെളിപ്പാട്. ഇന്ന് പകലിൽ കർത്താവ് ഒരു പുതിയ വെളിപ്പാട് നിങ്ങൾക്ക് തരട്ടെ. ഹല്ലേലൂയ. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ജനങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ജനം മടങ്ങി വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണും, അവർക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും. ടേക്ക് ഹോം എന്നാണ് നമ്മൾ പറയുന്നത്, ഇല്ലേ? ടേക്ക് ഹോം ഉണ്ട്. നമ്മുടെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്തിൽ എന്തോ ഉണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്തിൽ എന്തോ ഉണ്ട്. ആമേൻ. അവർ വിസ്മയിച്ചതിന് കാരണം ആത്മശക്തിയോടുള്ള പ്രസംഗം അതാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് തങ്ങി നിൽക്കും, അത് ഒഴുകി പോകത്തില്ല. പറവ് വന്നത് കൊത്തിപ്പെറുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. മുള്ളതിന് ഞെരുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ജനം വീട്ടിൽ പോകുന്നുണ്ട്, അവരെന്തെങ്കിലും കൊണ്ടേ പോകത്തുള്ളൂ. ആ ഒരു കൃപ ഇന്ന് പകൽക്കാലം ഡെലിവറൻസ് ചർച്ചിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. 4:18. ആമേൻ. 4:18 കേട്ടോ. 4:18 ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക. അനോയിന്റിങ് എന്റെ തലയിലുണ്ടെന്ന്. ആത്മശക്തിയുടെ ഒരു പ്രത്യേകതയാണ്. യേശു കർത്താവ് പറയുക, അവന്റെ സ്തുതി പരന്നു. ആമേൻ. വചനം വ്യാഖ്യാനിച്ചപ്പോൾ ജനം ആശ്ചര്യപ്പെട്ടു. 3, അവന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ആമേൻ. അഭിഷേകത്തിന്റെ പ്രത്യേകത, അഭിഷേകമാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. നീ വ്യത്യസ്തനായതിന്റെ കാരണം നിന്റെ ആരോഗ്യം കൊണ്ടല്ല, നീ വ്യത്യസ്തനായതിന്റെ കാരണം നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നീ വ്യത്യസ്തനായതിന്റെ കാരണം നിന്റെ മേൽ വ്യാപരിക്കുക അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഈ വാക്യങ്ങൾ ദൂതായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് സ്തോത്രം പറയണം. 4:20 അഭിഷേകം. ആത്മനിറവുള്ളവൻ എന്ത് സംഭവിച്ചു? 4:20 പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് അടുത്തത് പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ്, എല്ലാവരുടെയും കണ്ണ് ഒരിടത്ത് ഫിക്സ് ചെയ്തെന്ന്. എല്ലാവരും ഒരാളെ നോക്കിക്കൊണ്ടിരുന്നതിന്. ഇന്ന് രാവിലെ സമയം ദൈവകൃപയുള്ള ദൈവ ഇതിനോട് ഞാൻ പറയാ, നീ ചെല്ലുന്നിടത്ത് നീ വ്യത്യാസമുള്ള ആളാണ്. നീ ചെല്ലുന്നിടത്ത് വ്യത്യാസം ഉണ്ടാക്കുന്നതിന് കാരണം എല്ലാവരും നിന്നെ നോക്കുന്നതിന് കാരണം ഞാൻ പറയാ, നിന്റെ തലയിലൊരു അഭിഷേകമുണ്ട്. റബാല സന്ധാര ഭാഷാബാല രേഖാബാന ശാതല റബബബ. ഹല്ലേലൂയ. 4:22 എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്ക് മാറി, ലാംഗ്വേജ് മാറി, വൊക്കാബുലറി മാറി. ഓരോ സ്ഥലത്തിനും ഓരോ വൊക്കാബുലറി ഉണ്ട്, ഓരോ സ്ഥലത്തിനും ഒരു സ്ലാങ് ഉണ്ട്, ഓരോ സ്ഥലത്തിന് സംഭാഷണത്തിന് രീതിയുണ്ട്. യേശു കർത്താവിനെ കണ്ട് തലമേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ വാക്ക് മാറുമെന്നേ, ഭാഷ മാറുമെന്നേ. ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ മറന്നു പോകരുത്. നമ്മുടെ വാക്ക് മാറുന്നത്, നമ്മുടെ അഭിഷേകം മാറുന്നത്, നമ്മുടെ സംഭാഷണ ശൈലി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? മറന്നു പോകരുത്. നമ്മുടെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ടാണ്. 4:23-28 വരെ വായിക്കുന്നില്ല. അവനെതിരെയുള്ള ഗൂഢാലോചനകളെ, അവനെതിരെ ഉണ്ടാകുന്ന തന്ത്രങ്ങളെ, അവിടെ വന്നിരിക്കുന്ന ജനത്തെ ഡിസേൺ ചെയ്യാൻ അവന് കഴിഞ്ഞു. 4:29-30 അവനെതിരെ വന്ന തന്ത്രത്തെ തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാവിലെ സമയം ആത്മാർത്ഥമായി ആത്മാവിൽ ഞാൻ ഈ ദൂത് ഷെയർ ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്താ കാര്യമെന്നറിയാമോ? യേശു ആത്മാവിൽ ജനിച്ചു, യേശു ആത്മാവിൽ നിറഞ്ഞു, യേശു ആത്മാവിന്റെ ശക്തിയോടെ പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ആത്മവ്യാപാരം ഈ 1-ാമത്തെ ദിവസം നമ്മുടെ മേലുണ്ടാകട്ടെ. ആത്മവ്യാപാരം ഇന്ന് പകരം നമ്മുടെ ശിരസിന് മേലും ഇറങ്ങി വരട്ടെ. ചിലതിനെ ബ്രേക്ക് ചെയ്യുവാൻ, ചിലതിനെ ഒന്ന് ബിൽഡ് ചെയ്യുവാൻ, ചിലതിനെ ഒന്ന് തകർക്കുവാൻ, ചിലതിനെ ഒന്ന് പണിയുവാൻ. ആമേൻ. അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാവിലെ നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ താമസിക്കുന്ന ഫിലദൽഫിയ പട്ടണത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ രോഗിയായി, കഠിനമായ രോഗിയായി, മരണത്തോട് മല്ലടിച്ചു കിടക്കുക. ആ സ്ത്രീ താമസിക്കുന്ന അടുത്ത സബ് ഡിവിഷനിൽ ഒരു ഡോക്ടർ താമസമുണ്ട്. ആ ഡോക്ടറുടെ വീടിൻ്റെ വാതിക്കൽ അർദ്ധരാത്രിയിൽ ഒരു പെൺകുഞ്ഞ് എന്ന് വാതിക്ക മുട്ടി. ഡോക്ടറോട് പറഞ്ഞു, നീ വേഗം ഇറങ്ങി വരണം,
എൻ്റെ വീട്ടിൽ വരണേ, എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കാൻ കിടക്കുക, നീ വന്ന് ട്രീറ്റ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു വരാൻ പറ്റത്തില്ല, ഇവിടെ മഞ്ഞ് പെയ്ത് സ്നോ വീണ്, മുട്ടറ്റം സ്നോ വീണ് കിടക്കുക, കാർ ഇറക്കാൻ പറ്റത്തില്ല, എനിക്ക് നടന്നു വരാൻ പറ്റത്തില്ല. ഈ കുഞ്ഞ് നിർബന്ധിച്ച് നീ വരണം, വന്നില്ല എൻ്റെ അമ്മ മരിച്ചു പോകും. ഈ കുഞ്ഞിനെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആ ഡോക്ടർ ആ പെട്ടി എടുത്തുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ പുറകെ നടന്നു. അവൾ വഴി കാണിച്ചു കൊടുത്തു. ഒരു വീട് തുറന്നകത്ത് കയറി ഡോക്ടറോട് പറഞ്ഞു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എല്ലാം പറഞ്ഞു. മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ കിടക്കയിൽ ഒരു സ്ത്രീ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അദ്ദേഹം തന്നെ പെട്ടി തുറന്ന് അത്യാവശ്യമുള്ള മെഡിസിനൊക്കെ ആ സ്ത്രീക്ക് കൊടുത്തു. കുറേ നേരം അവിടെ ഇരുന്ന് അവരെ ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അല്പം ആശ്വാസം ഉണ്ടായി, അവർക്ക് അല്പം ബലമുണ്ടായി. അവർ കണ്ണു തുറന്നു, അവർ എഴുന്നേറ്റിരുന്നു. ഡോക്ടർ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ മോൾ എന്നെ വിളിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിച്ചു പോകുമായിരുന്നു. ആശ്ചര്യത്തോടെ ഈ സ്ത്രീ ആ ഡോക്ടറുടെ മുഖത്തോട്ട് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ ഏത് മോടെ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു, എന്നെ വിളിക്കാൻ വന്ന മോള്. ആ സ്ത്രീ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു മോളില്ല, എനിക്കങ്ങനെ ഒരു മോളില്ല. ബില്ലി ഗ്രഹാം ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് എഴുതി വെച്ചു, ആ മകളായിട്ട് അന്ന് രാത്രി വന്നത് ദൈവത്തിന്റെ ദൂതനായിരുന്നു. രാത്രി ദൂതൻ ഇറങ്ങട്ടെ, ദൂതൻ ഇറങ്ങട്ടെ, നിന്റെ വീടിന് വേണ്ടി ദൂതൻ ഇറങ്ങട്ടെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങട്ടെ, നിന്റെ സഭയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങട്ടെ. ഇന്നലെ പകൽ ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതിലെ കുറെ സീറ്റുകളിലേക്ക് ഈ 21 ദിവസം കുറെ ദൂതന്മാരെ, സ്റ്റാൻഡ് അപ്പ് പ്ലീസ്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, കുറെ ദൂതന്മാർ ഇതിനകത്ത് വന്ന് നിൽക്കട്ടെ. ഈ സീറ്റിലൊക്കെ ദൂതന്മാരൊന്ന് വന്ന് നിൽക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവസഭ ആമേ കാര്യങ്ങൾ അടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് പാടിക്ക്. ദൈവശക്തി ഹോളിലൊന്ന് ആവരിക്കട്ടെ. ഞാൻ പറയാം, നിന്റെ അനർത്ഥത്തിൽ ദൈവം ദൂതനെ അയക്കും, നിന്റെ അപകടത്തിൽ ദൈവം ദൂതനെ അയക്കും, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ദൂതനെ അയക്കും, നിന്റെ കരം ബലഹീനമാകുമ്പോൾ ദൈവം ദൂതനെ അയക്കും. ആമേൻ. പുതിയ നിയമ പഴയ നിയമത്തിലെ ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൂതനാണ് ഇറങ്ങി വരുന്നത്. പുതിയ നിയമത്തിലെ ദൈവഭക്തന് വേണ്ടി ദൂതനും വരും, പരിശുദ്ധാത്മാവും വരും. എത്ര പേർക്ക് ഇന്ന് പലക്കാലം അത് വേണം? ആത്മശക്തിയെ ഇറങ്ങി ഇറങ്ങി വാ. ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ. ഒന്നാം ശബ്ദമുയർത്തി പാടിക്കേ, ആത്മന്ത്രവോടൊന്ന് പാടിക്കേ. ആത്മശക്തിയെ ഇറങ്ങി ഇറങ്ങി വാ. In the Burnley Hall in Arangate, please close your eyes, clap your hands and worship the Lord.